ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലേണിംഗ് ആപ്പിലോട്ട് സ്വാഗതം, വെൽക്കം. അപ്പോൾ നമ്മളെ LSTD ഗ്രേഡ് 3 എക്സാം ആണ് ഈ വരുന്ന 29th. അപ്പോൾ അതിൽ 10 മാർക്കിന് നമുക്കൊരു മൊഡ്യൂൾ വരുന്നതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളും അതുപോലെ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ, കാരണം ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് ഈ വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വിക്ക് റിവിഷൻ മെക്കാനിക്സിൻ്റെ ക്വിക്ക് റിവിഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. ഒരു 90% നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ ഈ ഒരു ക്വിക്ക് റിവിഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഉറപ്പ് വരുന്നു നിങ്ങൾക്ക് ആ 10 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ സിലബസിൽ നമുക്കൊരു 4-5 ടോപ്പിക്കുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ ഒന്ന് നമുക്ക് വരുന്നത് ഫോഴ്സ് ആൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് അല്ലെ, ഫോഴ്സ് ആൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് വരുന്നുണ്ട്, ഫോഴ്സ് ആൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ദെൻ അടുത്ത നമുക്ക് വരുന്ന ഒന്നെന്ന് പറയുന്നത്, അടുത്ത നമുക്ക് വരുന്ന ഒന്നാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ അടുത്ത ടോപ്പിക് മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഈ പറയുന്ന ടോപ്പിക്കുകൾ എന്നൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അല്ലേ, നമുക്കൊരു പ്രോബ്ലം അങ്ങനത്തെ സംഭവങ്ങളല്ല, വളരെ ഡയറക്റ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ചോദിക്കാറുള്ളത്. അടുത്ത് നമുക്ക് വരുന്നതാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ കേസ് നമുക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് വരുന്നതാണ് ഏത്, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ് ആൻഡ് സ്ട്രെയിനും, സ്ട്രെസ് ആൻഡ് സ്ട്രെയിനും അതുപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ആ ഒരു 10 മാർക്കിൽ വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 2 മാർക്ക് 1, 1, 2 അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ഓരോന്നായിട്ട് നമുക്ക് 5 ടോപ്പിക്കാണല്ലോ. അപ്പോൾ ചിലത് ഇതാ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നമുക്ക് 3 വരെ എക്സ്പെക്ട് ചെയ്യാം, ഫ്രിക്ഷൻ 1, 2. അപ്പോൾ ഇങ്ങനെ ഒരു ഏകദേശം, ഇപ്പോൾ ഞാൻ ഏകദേശം പറയണേ, ഏകദേശം എന്താണ് വരിക, നമുക്ക് 10 മാർക്കിനാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള നമ്മളൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിൻ്റെ കൂടെ കാര്യങ്ങൾ പറയുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ആ 10 മാർക്കിൻ്റെ ടോപ്പിക്കിൽ പറയുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എ ഫോഴ്സ് പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ്, സച്ച് ഫോഴ്സസ് ആർ കോൾഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സച്ച് ഫോഴ്സസ് ആർ കോൾഡ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പറയുന്നുണ്ട്, നമ്മൾ സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് സിസ്റ്റം ഓഫ് ഫോഴ്സ്? ഒന്നിലേറെ ഫോഴ്സ് അറ്റ് എ ടൈമിൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. നിങ്ങൾ തന്നെ ഈ ഒരു സിലബസ്, നമ്മളെ സിലബസിൽ മെക്കാനിക്സിൽ സിസ്റ്റം ഓഫ് ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണിത് ഈ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വരുന്ന കുറച്ച് ഫോഴ്സുകളാണ്. ഒന്ന് നമുക്ക് പറയാം കൊളീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത്. എന്താണ് കൊളീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇതാണ് നിങ്ങളുടെ ബോഡി എങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും എന്തായിരിക്കും, ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും ഒരൊറ്റ ലൈനിലായിരിക്കും. അതാണ് നമ്മൾ ഏത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കൊളീനിയർ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് പറയാം കോപ്ലാനാർ ഫോഴ്സസ്. എന്താണ് കോപ്ലാനാർ ഫോഴ്സ്? നമുക്ക് എങ്ങനെ പറയാം, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും എന്തായിരിക്കും, ഒരൊറ്റ പ്ലെയിനിലായിരിക്കും. ഒരൊറ്റ പ്ലെയിനിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു കോപ്ലാനാർ ഫോഴ്സസ് നമ്മൾ ഈ ബോർഡിൽ എന്താണ് വരുന്ന എല്ലാ ആ ബോർഡിലാണ് ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, ലൈ ചെയ്യുന്നത്. കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയാം. മൂന്നാമത്തെ നമുക്ക് പറയാം കൺകറന്റ് ഫോഴ്സസ്. മൂന്നാമത്തെ ഏതാണ്, കൺകറന്റ് ഫോഴ്സസ്. എന്തായിരിക്കും കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും എന്ത് ചെയ്യുന്നു, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കോമൺ, അതിൻ്റെയൊക്കെ ലൈൻ ഓഫ് ആക്ഷൻ കേട്ടോ, ഫോഴ്സസ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ അതിൻ്റെയൊക്കെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. അപ്പോൾ ആ ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, കൺകറന്റ് ഫോഴ്സസ് എന്ന് വിളിക്കാം. നമുക്ക് അതിന് എന്ത് വിളിക്കാം, കൺകറന്റ് ഫോഴ്സസ് എന്ന് വിളിക്കാം. കൺകറന്റ് ഫോഴ്സസ് എന്ന് വിളിക്കാം. സോ അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസുകളും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ പേരുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതാ ഞാൻ ഒന്ന് പറയാം, കോപ്ലാനാർ ആൻഡ് കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു പ്ലെയിനിലും ആയിരിക്കും, അതുപോലെ ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമുക്ക് ഏത് പറയാം, അടുത്ത് ഏത് പറയാം, കോപ്ലാനാർ ആൻഡ് നോൺ കൺകറന്റ് എന്ന് പറയാം. നോൺ കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നില്ല, പക്ഷെ എന്താണ്, ഒരേ പ്ലെയിനിലാണ്. നമ്മൾ കോപ്ലാനാറിന്റെ നേരത്തെ വരച്ച എക്സാമ്പിൾ. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്ത് ഏത് പറയാം, നോൺ കോപ്ലാനാർ ആൻഡ് കൺകറന്റ് പറയാം. നോൺ കോപ്ലാനാർ ആൻഡ് കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിലല്ല, പക്ഷെ ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ക്യാമറയുടെ ട്രൈപോഡൊക്കെ എക്സാമ്പിൾ ആണ്. അടുത്ത നോൺ കോപ്ലാനാർ, നോൺ കൺകറന്റ്, ഒരു പ്ലെയിനിലുമല്ല, ഒരു പോയിന്റിലൂടെ എന്ത് ചെയ്യുന്നില്ല, പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഏതാണ് ആൻസർ വരിക, ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞ് എന്താണ്, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് പാസിംഗ് ത്രൂ എ സിംഗിൾ പോയിന്റ്, സച്ച് ഫോഴ്സസ് ആർ കോൾഡ്. ഒരൊറ്റ പോയിന്റിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതാണ് പറഞ്ഞത്, കൺകറന്റ് ഫോഴ്സസ് അല്ലേ നമ്മൾ പറഞ്ഞ. അതിന്റെ ആൻസർ ഏതാണ്,
ബി ആണ് വരുന്നത് കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തത് അതേ സെയിം ടോപ്പിക്. അപ്പോൾ ഞാൻ ഈ എടുത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് കഴിഞ്ഞ ഈ 2026, 25, 24 വർഷങ്ങളിലായിട്ട് ഈ സെയിം സിലബസിൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഓവർസിയർ എക്സാമിന്, ഡിഫറെന്റ് ഓവർസിയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ ഈ ഒരു സിമ്പിൾ കാര്യം, ഈ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സിലെ സിമ്പിൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറുകൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച്. The force which meet at one point, ഒരു പോയിന്റിലാണ്, but their line of action lies in the same plane. അല്ലെ എന്ന് പറയുന്നത് എന്താണ്? The forces which meet at one point, but their line of action lies on the same plane. ഒരേ പ്ലെയിനിലുമാണ് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒരേ പ്ലെയിനിലാണെന്ന് പറയുന്നതുകൊണ്ട് നമുക്കത് കോപ്ലാനാർ എന്ന് പറയാം. ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് എന്ത് പറയാം? കൺകറന്റ് എന്ന് പറയാം. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ വരിക? കൺകറന്റ് കോപ്ലാനാർ ഫോഴ്സസ് അല്ലെ, അല്ലെങ്കിൽ കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയാം. ഓരോ ഓപ്ഷൻസ് നോക്കും നിങ്ങളെ. കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഏതാണ്? എ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതാ എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യ ക്വസ്റ്റ്യൻ വായിക്കാം. ടു ഫോഴ്സസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 100 ന്യൂട്ടൺ ആൻഡ് 200 ന്യൂട്ടൺ ആക്ടിംഗ് അറ്റ് എ പോയിന്റ് O. If angle between the forces is 60 degree, determine the magnitude of the resultant forces. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്, ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആണ്. അപ്പോൾ ഒരു ബോഡിയിൽ ഇതാ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് പറഞ്ഞേ? സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോഴ്സുകളെ കുറിച്ച് സ്റ്റഡി നടത്തുമ്പോൾ അതിൽ ഓരോ ഫോഴ്സും എടുത്ത് അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? അതിനാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചുള്ളത്? റിസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ ഫോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ആ സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? റിസൾട്ടന്റ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ്. അപ്പോൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകളാണ് നോക്കി, രണ്ട് ഫോഴ്സുകളാണ് ഈ സംഭവം. ഒന്ന് പി എടുക്കുന്നു, അടുത്ത് ക്യൂ എടുക്കുന്നു. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് തീറ്റ. തീറ്റയാണ് അവർക്കിടയിലുള്ള ആംഗിൾ. ആൻഡ് ദ റിസൾട്ടന്റ് ഈസ് ക്യാപിറ്റൽ ആർ. ആൻഡ് ദ റിസൾട്ടന്റ് ഈസ് ക്യാപിറ്റൽ ആർ. ദെൻ നമുക്ക് എഴുതാം ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. കോസ് 2 തീറ്റ ഇല്ല, കോസ് സ്ക്വയർ തീറ്റ ഇല്ല. ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് എന്താണ്? കുറേ തവണ നമുക്ക് അല്ലെ, ഒരുപാട് തവണ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഇക്വേഷൻ തന്നെ ഒരുപാട് തവണ നമുക്ക് പ്രീവിയസ്ലി അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. സപ്പോസ് പി ആറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയും ക്യൂ ആറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയും ആണെങ്കിൽ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്നും, ടാൻ ബീറ്റ ഈക്വൽ ടു പി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് പി കോസ് തീറ്റ എന്ന ഇക്വേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി റിസൾട്ടന്റിന്റെ കുറെ കേസുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇവിടെ റിസൾട്ടന്റിന്റെ കുറെ കേസുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? റിസൾട്ടന്റിന്റെ കുറെ കേസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഇപ്പൊ രണ്ട് പെർപെൻഡിക്കുലർ, ഇവിടെ നോക്കുക എല്ലാവരും കേട്ടോ, അല്ലാതെ നോക്കുന്നത് ഇതും ചോദിച്ചിട്ടുള്ളതാണ്. പിയും ക്യൂവും ഇവിടെ തന്നെ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ എന്താ നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്? ആർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ, അതിന്റെ റൂട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇനി രണ്ട് ഈക്വൽ ഫോഴ്സുകൾ ഓക്കെ, ഞാൻ എന്താ ഇതും പി ആണ്, ഇത് തീറ്റ ആണെങ്കിൽ എന്താ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നത്? 2p cos theta by 2. ഏതാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 2p cos theta by 2. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസുകളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം പറഞ്ഞത് ഇത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ടു ഫോഴ്സസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്നിട്ടുണ്ടല്ലോ. പി സീക്കൾ നമുക്ക് ഏതെടുക്കാം? 100 ന്യൂട്ടൺ. ക്യൂ സീക്കളുടെ ഏതെടുക്കാം? 200 ന്യൂട്ടൺ എടുക്കാം. തീറ്റ സീക്കളുടെ എഴുതുന്നുണ്ട് എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക, എന്താണ് കിട്ടുക? റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100 സ്ക്വയർ പ്ലസ് 200 സ്ക്വയർ പ്ലസ് 2 into 100 into 200 into cos 60. എന്താണ് cos 60യുടെ വാല്യൂ? 1/2 ആണ്. ക്യാൻസൽ ചെയ്യുക, ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം എന്ത് ആൻസർ കിട്ടും? ഐ തിങ്ക് 265 ന്യൂട്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്യണേ. നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ വളരെ സിമ്പിൾ അല്ലേടോ? സിമ്പിൾ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യനും സെയിം ഡിറ്റോ നമ്മളെ ഇക്വേഷൻ വെച്ചുള്ളതാണ്. വെൻ ടു കൺകറന്റ് ഫോഴ്സസ്, അപ്പോൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്നതാണ്, 20 കിലോഗ്രാം ആൻഡ് 15 കിലോഗ്രാം. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഫോഴ്സ് ന്യൂട്രൽ അല്ലേ പറയേണ്ടത്? അവിടെ ഫോഴ്സ് ന്യൂട്രൽ ആണ്. അതിനെ ജി വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിലോഗ്രാമിലും പറയാം. ഓക്കെ, ആ ഫോഴ്സിനെ, ന്യൂട്രലിലുള്ള ഫോഴ്സിനെ ജി 9.81 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിലോഗ്രാമിലും പറയാം. അപ്പോൾ അത് നമുക്ക് ഒരു വട്ടം പ്രീവിയസ്ലി PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ന്യൂട്ടണും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധം എന്താണ്? കിലോഗ്രാമിനെ 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഏതെന്ന് പറയുന്നത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
ആൻസറും കിലോഗ്രാമിലാണ്. അപ്പൊ നിങ്ങൾ മാറ്റാനൊന്നും നിൽക്കേണ്ട, ആൻസറും കിലോഗ്രാമിലാണ്. എന്താണ് നമുക്ക് ആൻസർ വരിക? നമുക്ക് രണ്ട് ഫോഴ്സ് തന്നിട്ടില്ലേ, ഇവിടെ എങ്ങനെ എടുക്കാം? നമുക്ക് P is equal to 20 കിലോഗ്രാം ആൻഡ് Q is equal to 15 കിലോഗ്രാം എടുക്കാലോ. അപ്പൊ നമുക്ക് എഴുതാം എന്ത് എഴുതാം? P is equal to 20 കിലോഗ്രാം, Q is equal to 15 കിലോഗ്രാം ആണെങ്കിൽ റിസൾട്ടന്റ് R is equal to, ഇവിടെ ഏതാ നോക്ക് നിങ്ങൾ, റൈറ്റ് ആംഗിൾ ഓൺ പാർട്ടിക്കിൾ ആണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. എന്താ നമ്മൾ പറഞ്ഞത്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ is equal to 20 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ അല്ലെ. 20 സ്ക്വയർ 400, 15 സ്ക്വയർ 225. അപ്പൊ ടോട്ടല് റൂട്ട് ഓഫ് 625 വരും. 625ന്റെ എത്രയാണ് റൂട്ട്? എത്രയാണ്? 25 ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 25 കിലോഗ്രാം എന്ന് കിട്ടും. 25 കിലോഗ്രാം ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ല? അപ്പൊ റിസൾട്ടന്റിന്റെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇനി ചെയ്യുമല്ലോ നിങ്ങൾ റിസൾട്ടന്റിൻ്റെത്. ഓക്കെ, ഇത് അടുത്ത് നമ്മള് റെസൊല്യൂഷൻ പറയുന്ന കേസാണ്. നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണോ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ റിസൾട്ടന്റ് നമുക്കറിയാം കുറേ ഫോഴ്സുകൾ ഒരു സിംഗിൾ ഫോഴ്സ് ആക്കുന്നതാണ്. എന്താണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫോഴ്സിനെ നമ്മൾ നമ്പർ ഓഫ് ഫോഴ്സുകളായിട്ട് റിസോൾവ് ചെയ്യുന്നതാണ് റെസൊല്യൂഷൻ. അപ്പൊ നമുക്കിവിടെ രണ്ട് ഫോഴ്സ് ആയിട്ടാണ് സാധാരണ നമ്മൾ റിസോൾവ് ചെയ്യാറുള്ളത്. ഒന്നൊരു ഹോറിസോണ്ടൽ കമ്പോണന്റും ഒന്ന് ഏതാണ്? വേർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, സപ്പോസ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പോണന്റുമായിട്ടുള്ള ആംഗിൾ തന്നിട്ടുണ്ടാവും തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾ തന്ന സൈഡിൽ ഏതെടുക്കും നിങ്ങൾ? കോസ് തീറ്റ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ കമ്പോണന്റ് എന്തായിരിക്കും? എഫ് കോസ് തീറ്റ ആയിരിക്കും. വേർട്ടിക്കൽ കമ്പോണന്റ് ഏതായിരിക്കും? എഫ് സൈൻ തീറ്റ ആയിരിക്കും. വേർട്ടിക്കൽ കമ്പോണന്റ് ഏതായിരിക്കും? എഫ് സൈൻ തീറ്റ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ചോദിച്ചുള്ള എന്താ ക്വസ്റ്റൻ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഈസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ ഒറിസോണ്ടൽ. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 10 കിലോ ന്യൂട്ടൺ ആണ്. അതെന്താണ്? ഇതാണ് ഒറിസോണ്ടലുമായിട്ട് എത്ര മേക്ക് ചെയ്യുന്നുണ്ട്? 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. 10 ന്യൂട്ടൺ ആട്ടോ. ഡിറ്റർമൈൻ ദ കമ്പോണന്റ് ഓഫ് ദിസ് ഫോഴ്സ് അലോങ് വൈ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? വേർട്ടിക്കൽ ഡയറക്ഷൻ അല്ലേ? വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ഡയറക്ഷൻ ആണ്. അപ്പൊ ഈ വേർട്ടിക്കൽ ഡയറക്ഷനിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഡയറക്ഷനിലുള്ള നോക്കി ചെയ്താൽ ഇവിടെ ഏതാ വരിക? ഇവിടെ 10 കോസ് 30 വരും. വേർട്ടിക്കൽ ഡയറക്ഷനിൽ എന്ത് വരും? 10 സൈൻ 30 വരും. നമ്മളോട് വേർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ചോദിച്ചുള്ളത്. therefore നമുക്ക് എന്ത് പറയാം? 10 sin 30 is equal to 10 into sin 30 1/2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഏതാണ് നമ്മുടെ ആൻസർ വരിക? 5 ന്യൂട്ടൺ ആണ് നമ്മുടെ ആൻസർ വരിക. ദാറ്റ് ഈസ് ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ വളരെ സിമ്പിൾ. ഇതൊക്കെ സെയിം ഈ പറഞ്ഞ നമുക്ക് ഈ വരുന്ന സിലബസിൽ അതേ സിലബസിലുള്ള പ്രീവിയസ്ലി ചോദിച്ച എക്സാമിൽ നിന്ന് എടുത്ത ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 6, പ്രോസസ് ഓഫ് ഫൈൻഡിങ് കമ്പോണന്റ് ഓഫ് ഫോഴ്സസ് ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ ഈസ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അല്ലെ? ഏതെങ്കിലും ഒരു പ്രത്യേക ഡയറക്ഷനിലുള്ള, അപ്പോൾ നമുക്ക് തന്ന ഫോഴ്സ് ഇതായിരിക്കും എഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോ വേർട്ടിക്കൽ ഡയറക്ഷനിലൊക്കെ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞത്? ഇപ്പോൾ ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞത്? റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ആ മെത്തേഡിനെയാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞത്? റെസൊല്യൂഷൻ. പ്രോസസ് ഓഫ് ഫൈൻഡിങ് കമ്പോണന്റ് ഓഫ് ഫോഴ്സസ് ഇൻ സ്പെസിഫൈഡ് ഡയറക്ഷൻ. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷനിലോട്ടുള്ള ഒരു തന്ന ഗിവൺ ഫോഴ്സസിന്റെ കമ്പോണന്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടിയാലോ? എ അല്ലേ നമുക്ക് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 7. Okay, if a number of coplanar forces act simultaneously on a particle, the algebraic sum of the moment of all the forces about any point equal to the moment of the resultant about the same point. അത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് ലോ എന്നാണ് നമ്മളോട് ചോദിച്ചത്? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് ലോ എന്നല്ല. ആദ്യം നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് പറയാം. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യണ്ടേ? സോ എന്താണ് നമ്മൾ പറയുന്നത്? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. എന്താണോ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ ടെൻഡൻസി അല്ലെ? ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ എഫക്ട് അല്ലെങ്കിൽ റൊട്ടേഷണൽ ടെൻഡൻസി പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ്. ഒരു ഫോഴ്സ് കാരണം ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട്, ഇപ്പൊ ഞാൻ ഇങ്ങനെ റോഡ് എടുക്കുന്നു. ആ റോഡിൽ നിങ്ങൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു എഫ്. ഈ റോഡിന്റെ ലെങ്ത് ഞാൻ എക്സ് എടുക്കുന്നു. ഈ ഒരു ഒ എന്ന് പറഞ്ഞ പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ എടുക്കണ്ടേ? ഫോഴ്സ് ഇൻറ്റു എക്സ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഇതിന്റെ യൂണിറ്റ് ഏതാ? മൊമെന്റിന്റെ ന്യൂട്ടൺ മീറ്റർ ആണ്. ഏത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം.
ഓക്കെ, അപ്പോൾ നമുക്ക് അത് പറയാം ആദ്യം ഇത് പറഞ്ഞിട്ട്. അപ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് കിട്ടിയാലോ. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള ലോ എന്താ പറഞ്ഞുള്ളത്? നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ലോ എന്താണെന്ന് അറിയോ? ഇവിടെ പറഞ്ഞിട്ടുള്ള ലോ നമുക്ക് കുറേ എക്സാമിന് പ്രീവിയസ്ലി നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ലോ അതുപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അതൊരു ബോഡി എടുക്കുന്നു, ഒരേ ബോഡി തന്നെ കേട്ടോ. ഈ ആദ്യത്തെ ബോഡിയിൽ ഇതാ ഞാൻ കുറേ ഫോഴ്സ് എടുക്കുന്നു. ആ ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് ആണ് ഞാൻ ഇവിടെ 6 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കുറേ ഫോഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഓരോന്നിൻ്റെ മൊമെന്റ് ഏതെങ്കിലും ഒരു പോയിന്റിന് അബൌട്ടായിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യത്തെ ഫോഴ്സ് കൊണ്ടുള്ളത് M1 പ്ലസ് രണ്ടാമത്തെ ഫോഴ്സ് കൊണ്ടുള്ളത് M2, മൂന്നാമത്തെ ഫോഴ്സ് കൊണ്ടുള്ള M3. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ മൊമെന്റ് കിട്ടുമല്ലോ സിഗ്മ M. ഇനി നിങ്ങൾ അതേ പോയിന്റിന് അബൌട്ടായിട്ട് ഈ റിസൾട്ടന്റ് കാരണമുള്ള മൊമെന്റ് എടുക്കുക. രണ്ടും എന്തായിരിക്കും എന്നാണ് പറയുന്നത്? സെയിം ആയിരിക്കും. അതായത് നിങ്ങൾ ആ കുറേ നമ്പർ ഓഫ് ഫോഴ്സിന്റെ മൊമെന്റ് കണ്ടുപിടിച്ച് അതിന്റെ ഓൾജിബ്രിക് സം എടുക്കുന്നതും അതിന് പകരം ആ ഫോഴ്സുകളുടെ റിസൾട്ടന്റ് കണ്ടുപിടിച്ച് ആ റിസൾട്ടന്റിന്റെ മൊമെന്റ് എടുക്കുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ ലോയാണ് നമ്മൾ ഏത് പറയുന്നത്? വാരിഗ്നൻസ് തിയറം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഏത് പറയുന്നത്? വാരിഗ്നൻസ് തിയറം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഏതാ നമ്മൾ ആൻസർ? ഡി ആണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫോഴ്സിന്റെ യൂണിറ്റുകൾ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഫോഴ്സിന്റെ SI യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ SI യൂണിറ്റ് വരുന്നത്. ഏതാണ് CGS യൂണിറ്റ്? ഡൈൻ ആണ് CGS യൂണിറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁵ ന്യൂട്ടൺ ആണ്. പഠിച്ചു വെച്ചോ. ഏതാണ് MKS യൂണിറ്റ്? കിലോഗ്രാം ഫോഴ്സ് ആണ് MKS യൂണിറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 9.81 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് പ്രീവിയസ്ലി ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7th വൺ? ഏതാണ്? വാരിഗ്നൻസ് തിയർ ആണ്. വാരിഗ്നൻസ് തിയറം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട് വഴിയെ. എട്ടാമത്തത് മൊമെന്റ് ഓഫ് എ റിസൾട്ടന്റ് ഓഫ് നമ്പർ ഓഫ് ഫോഴ്സസ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ആൾജിബ്രിക് സം ഓഫ് ദി മൊമെന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട്. അപ്പോൾ ഇപ്പം പറഞ്ഞു തന്നെയല്ലേ ഏതാണ് നമ്മൾ പറയുന്നത്? മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ടു ദ ആൾജിബ്രിക് സം ഓഫ് മൊമെന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇതിന്റെ പേര് എന്ത് പറഞ്ഞു? വാരിഗ്നൻസ് തിയറം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഓപ്ഷനിലൊക്കെ നോക്കുക, നിങ്ങൾ 2 ഓപ്ഷൻ ഉണ്ട്. വാരിഗ്നൻസ് തിയറം അതല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്നും പറയാം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്, വാരിഗ്നൻസ് തിയറം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. അപ്പോൾ 1ഉം 4ഉം നമുക്ക് എന്താണ്? 1ഉം 4ഉം നമുക്ക് എടുക്കാം. അപ്പോൾ ഏതാണ് ആൻസർ വരിക? C ആണ് നമ്മുടെ ആൻസർ വരുന്നത്. C ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 9 അടുത്താണ് ലാമിസ് തിയറം ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ. അപ്പോൾ നമ്മൾ ലാമിസ് തിയറം പഠിക്കുന്ന കുറച്ച് കേസ് പറയാം. ലാമിസ് തിയറം എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഈക്വിലിബ്രിയം കണ്ടീഷൻ പറയുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാമിസ് തിയറം പറയുന്നത് അല്ലെ. ഈക്വിലിബ്രിയം കണ്ടീഷൻ പറയുന്ന സ്ഥലത്താണ് ലാമിസ് തിയറം പറയുന്നത്. അപ്പോൾ എന്താണ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്? റിസൾട്ടന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ ഫോഴ്സിന്റെ റിസൾട്ടന്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ ഒരു പോയിന്റ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ 2 ഫോഴ്സ് എടുത്തതാണ്. ഒരു ഫോഴ്സ് F1 F2. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ റിസൾട്ടന്റ് ഏകദേശം ഇവിടെ അല്ലേ വരും? 6 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബോഡിക്ക് അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ ആ 6ന് ഈക്വലന്റ് ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു ഫോഴ്സ് R' കൊടുക്കുന്നു. അപ്പോൾ ആ ബോഡി എന്താവും? ആ ബോഡി റിസൾട്ടന്റ് 0 അല്ലേ. കാരണം 6 ഇങ്ങോട്ടും അതിന് ഈക്വലന്റ് ഓപ്പോസിറ്റ് R' ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ മൊത്തത്തിലുള്ള റിസൾട്ടന്റ് എന്താവും? 0 ആവില്ലേ? അങ്ങനെയാണെങ്കിൽ അതായത് ആ ബോഡി എന്തിലാണെന്ന് പറയാം? ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ R' നമ്മൾ പറയുന്ന പേരാണ് ഈക്വിലിബ്രിയന്റ്. നമുക്ക് എക്സാമിന് കുറേ വട്ടം ചോദിച്ചതാണ്. അപ്പോൾ എന്താണ് ഈക്വിലിബ്രിയന്റ് എന്ന് പറഞ്ഞാൽ? It is the equilibrium എന്ന് പറഞ്ഞാൽ a force that brings a body into equilibrium. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു ദ റിസൾട്ടന്റ് ഓഫ് ദ ബോഡി. ഓക്കെ, ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈക്വിലിബ്രിയം കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ ബോഡികളുടെയൊക്കെ ഈക്വിലിബ്രിയം കണ്ടീഷൻ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈക്വിലിബ്രിയം കണ്ടീഷൻ പറയുമ്പോൾ നമുക്ക് ആദ്യം കൊളീനിയർ ഫോഴ്സ് നമ്മൾ പറയില്ലേ. കൊളീനിയർ ഫോഴ്സസിന്റെ കേസിൽ എന്താണ് ഈക്വിലിബ്രിയം കണ്ടീഷൻ? സപ്പോസ് ഇവിടെ ആലോചിച്ച് നോക്കും നിങ്ങൾ. കൊളീനിയർ ഫോഴ്സ് നമ്മൾ എന്ത് പറഞ്ഞു? അവിടെ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും ഒരു ലൈനിലായിരിക്കും എന്ന് പറഞ്ഞു. സപ്പോസ് F1 F2 F3 F4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കി ഇങ്ങനെ ഫോഴ്സുകളെ നമ്മൾ പറയും സിഗ്മ FX = 0. അത് ഞാൻ X ആയിട്ട് എടുക്കുന്നു. ഈ ലൈന് ഞാൻ X ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ കൊളീനിയർ ഫോഴ്സസിന്റെ കേസിൽ എപ്പോഴാണ് നമ്മൾ ആ ബോഡി ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയാ? ആ ലൈനിലുള്ള എല്ലാ ഫോഴ്സിന്റെയും ഓൾജിബ്രിക് സം നിങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടണം. എന്താ ഓൾജിബ്രിക് സം എന്ന് പറഞ്ഞാൽ? സൈനും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്ന്. ഒരു ഡയറക്ഷനിലോട്ട് നിങ്ങൾ പോസിറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നെഗറ്റീവ് എടുക്കണം. അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓൾജിബ്രിക് സം എടുക്കുമ്പോൾ നിങ്ങൾക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ ബോഡി എന്തിൽ പറയാം? ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇനി ഒരു കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം ആണ് എടുക്കുന്നതെങ്കിലോ? കോപ്ലാനാർ ഫോഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പറയും സിഗ്മ FX-ഉം 0 ആയിരിക്കണം, സിഗ്മ FY-യും 0 ആയിരിക്കണം എന്ന്. അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണൻസിന്റെ ഓൾജിബ്രിക് സമ്മും വെർട്ടിക്കൽ കമ്പോണൻസിന്റെ ഓൾജിബ്രിക് സമ്മും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ലാമിസ് തിയറം പറയുന്നതെന്ന് വെച്ചാൽ
ലാമിസ് തിയറം വെച്ച് ചെറിയ സിമ്പിൾ പ്രോബ്ലം ഒക്കെ മേ ബി ചോദിക്കാം. കൂടുതൽ നമുക്ക് തിയറി തന്നെയാണ് ചോദിക്കല്. ഒരു ബോഡിയിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലാമിസ് തിയറം പറയുമ്പോഴുള്ള കണ്ടീഷൻസുകൾ 3 ഫോഴ്സ് ആയിരിക്കണം. ഈ 3 ഫോഴ്സ് എന്തായിരിക്കണം? കോപ്ലാനാർ കൺകറന്റ് ആയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ തവണ എക്സാമിന് ചോദിച്ചാണ്. ലാമിസ് തിയറം ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന 3 ഫോഴ്സ് എങ്ങനെയായിരിക്കണം? കോപ്ലാനാർ കൺകറന്റ് ആയിരിക്കണം. ഒരേ പ്ലെയിനിലും ഒരേ പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ ഈ 3 ഫോഴ്സുകളും എന്തിലായിരിക്കണം? 3 ഫോഴ്സുകളും ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ എന്താണ് ലാമിസ് തിയറം പറയുന്നത്? പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ അതർ 2 ഫോഴ്സസ്. അതിലൂടെ പറയുന്നത് ഇപ്പോൾ 3 ഫോഴ്സ് ആണ്. 3 ഫോഴ്സ് ആണ്. പി എടുക്കുന്നു, ക്യൂ എടുക്കുന്നു, ആർ എടുക്കുന്നു. പിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഞാനിതാ ആൽഫ എടുക്കുന്നു, ക്യൂയുടെ ഓപ്പോസിറ്റ് ഉള്ള ബീറ്റ് എടുക്കുന്നു, ആറിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഏതാ ഗാമ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ലാമിസ് തിയറം പറയുന്നത്? പി പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ ആയിരിക്കും, ക്യൂ പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റ ആയിരിക്കും, ആൻഡ് ആർ പ്രൊപ്പോർഷണൽ ടു സൈൻ ഗാമ. കാരണം ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അതല്ലെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? പി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു ആർ ബൈ സൈൻ ഗാമ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഏത് പറയുന്നത്? ലാമിസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പറയാം? ദ ലാമിസ് തിയറം ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ കൺകറന്റ് ഫോഴ്സസ്. കറക്റ്റ് ആണ്. കോപ്ലാനാർ ഫോഴ്സസ് അതും കറക്റ്റ് ആണ്. കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് തന്നെ ആയിരിക്കണം. അതായത് കോപ്ലാനാർ മാത്രം ആയിട്ട് കാര്യമില്ല, കൺകറന്റ് മാത്രമായിട്ട് കാര്യമില്ല. അതാണ്, പക്ഷേ അത് മാത്രം ആയാൽ പോരാ. ഏതെന്നെ ആവണം നമുക്ക്? കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് തന്നെ ആവണം. അപ്പോൾ കുറേ ആൾക്കാർ ഡി എനി ടൈപ്പ് ഓഫ് ഫോഴ്സ് ഒക്കെ അന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. അത് തെറ്റാടോ. എനി ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൺകറന്റ് മാത്രം വരാൻ ചാൻസ് ഇല്ലേ? കൺകറന്റ് മാത്രം വന്നുകൊണ്ട് എന്താവില്ല, ലാപ്ലാസ് കൊടുക്കാൻ പറ്റില്ല. ഏതാണ് വരിക? കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ലാമിസ് തിയറം ക്ലിയർ അല്ലേ? ഈക്വിലിബ്രിയത്തിന്റെ പോയിന്റ് ക്ലിയർ അല്ലേ? 10ാമത്തെ നമുക്ക് പറയാം. 10th ക്വസ്റ്റ്യൻ. If a force acting at a body on a rigid body is shifted to another point which is on the line of action of the force, the external effect on the force body. അതാണ് ക്വസ്റ്റ്യൻ മനസ്സിലായി? നിങ്ങൾക്ക് ഒന്നും കൂടെ വായിച്ചു നോക്കേ. ഒരു റിജിഡ് ബോഡി ആട്ടതാ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ഇതെന്താണ്? ഇതൊരു റിജിഡ് ബോഡിയാണ്. റിജിഡ് ബോഡിയാണ്. ആ റിജിഡ് ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ റിജിഡ് ബോഡിയിൽ ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെയല്ല അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വരിക. നിങ്ങൾ ആ ഫോഴ്സിനെ അവിടെ നിന്ന് എടുത്തിട്ട് വേറൊരു പോയിന്റിൽ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് ആ ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് ചേഞ്ച് ചെയ്യോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചേഞ്ച് ചെയ്യൂല. കാരണം എന്താ? റിജിഡ് ബോഡി അല്ലേ? റിജിഡ് ബോഡിയുടെ കേസിൽ ചേഞ്ച് ചെയ്യൂല. ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. അപ്പോൾ അത് പഠിക്കാമല്ലോ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി? നിങ്ങൾ എന്ത് പറയും? ഇഫ് എ ഫോഴ്സ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് ഓൺ എ റിജിഡ് ബോഡി ഈസ് ഷിഫ്റ്റഡ് ടു എനി അതർ പോയിന്റ് ഓൺ വിച്ച് ഈസ് ഓൺ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്, ദ എക്സ്റ്റേണൽ എഫക്ട് ഓൺ ദ ഫോഴ്സ് ഓഫ് ദ ബോഡി കനോട്ട് ചേഞ്ച്ഡ്, റിമൈൻ അൺചേഞ്ച്ഡ്. റിമൈൻ അൺചേഞ്ച്ഡ്. ഡി ആണ് ആൻസർ വരിക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതും പഠിച്ചല്ലോ. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 11. Which state of equilibrium is example a cone resting on its base? അപ്പോൾ ഇതും നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഈക്വിലിബ്രിയം പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 3 ടൈപ്പ് ഈക്വിലിബ്രിയം പറയുന്നത്? ഞാൻ പെട്ടെന്ന് പറയാം. സ്റ്റേബിൾ ഈക്വിലിബ്രിയം. എന്താണ് സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ ഡിനോട്ട് ചെയ്യാറുള്ള സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ഏതാണ് സർഫസ്? ഏതൊരു കോൺകേവ് സർഫസ് അല്ലേ? ഒരു കോൺകേവ് സർഫസിൽ നിങ്ങൾ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ആ ബോളിൽ നിങ്ങൾ ചെറുതായിട്ട് എന്ത് കൊടുക്കുന്നു? ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുന്നു. എന്താ സംഭവിക്കുക? ആ ബോൾ ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അവസാനം അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കൂലേ? ഇതാണ് സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി സ്റ്റേബിൾ ഈക്വിലിബ്രിയം നമ്മളൊരു കോൺ വെച്ച് പറയുകയാണെങ്കിൽ കോൺ അതിന്റെ ബേസിൽ, അതിൻ്റെ ആ സർക്കുലർ ബേസ് ഉണ്ടല്ലോ, സർക്കുലർ ബേസിൽ നമ്മൾ സാധാരണ ഇങ്ങനെ കോൺ വെക്കുമല്ലോ, അങ്ങനെയാണ് നിൽക്കുന്നെങ്കിൽ അതെന്താണ്? സ്റ്റേബിൾ ഈക്വിലിബ്രിയം. കാരണം നിങ്ങൾ അതിന് ചെറുതായിട്ടൊരു ഇത് കൊടുത്താലും അതെന്ത് ചെയ്യും? അങ്ങനെ തന്നെ വന്ന് നിൽക്കും സംഭവം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ നമ്മൾ പറയുന്നതാണ് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. എന്താണ് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഈ പറഞ്ഞതുപോലെ നമ്മളൊരു കോൺവെക്സ് സർഫസ് എടുക്കുന്നു. അതിലൊരു ബോൾ വെച്ചാൽ നിങ്ങൾ അതിന് ചെറുതായിട്ട് കൊടുത്താൽ അത് അവിടുന്ന് മൂവ് അവേ ചെയ്യും. നമുക്കതിന്റെ ഫൈനൽ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതാണ് നമ്മൾ ഏത് പറയുന്നത്? അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം നമ്മളൊരു കോൺ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയും ആ പറയുന്ന കോൺ അതിന്റെ വേർട്ടെക്സിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഏതാണ്? അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണ്. മൂന്നാമത്തെ നമുക്ക് പറയാം ന്യൂട്രൽ ഈക്വിലിബ്രിയം. എന്താണ് ന്യൂട്രൽ ഈക്വിലിബ്രിയം പറയുന്നത്? ന്യൂട്രൽ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഈ പ്ലെയിൻ നമ്മളെ സർഫസ് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു പ്ലെയിൻ സർഫസിൽ നിങ്ങളൊരു ബോൾ വെച്ചിട്ട് അതിനൊരു ഡിസ്റ്റർബൻസ് കൊടുത്താൽ എന്താണ് അവിടെ സംഭവിക്കുക? ആ ബോൾ കുറച്ച് ദൂരം ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതാക്കും. അപ്പോൾ നമുക്ക് എന്താണ്? ഇനീഷ്യൽ പൊസിഷനിലല്ല, പക്ഷെ നമുക്ക് ഫൈനൽ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കോൺ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പറയും ഒരു
കോണിന്റെ സ്ലാൻഡ് സൈഡിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഏതാണ്? ന്യൂട്രൽ ഈക്വിലിബ്രിയം ആണ്. അതേതാണ്? ന്യൂട്രൽ ഈക്വിലിബ്രിയം. അപ്പോൾ ഇത് ഈ 3 കേസും പഠിക്കണം. ഈ നമ്മൾ സ്റ്റേബിൾ അൺസ്റ്റേബിൾ ന്യൂട്രൽ ഈക്വിലിബ്രിയം എന്താണെന്നുള്ളതും അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോണ് വെച്ചിട്ടും അതുപോലെ ഈ പ്ലെയിന് വെച്ചിട്ടും പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഈ ഒരു കേസ് തന്നെ ആയിരിക്കും ഇവിടുന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. നമ്മൾ ഈ പറഞ്ഞ കേസ് അതിന്റെ ആൻസർ പറഞ്ഞേ. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഈക്വിലിബ്രിയം, അതായത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ ന്യൂട്രൽ ആണോ? എക്സാമ്പിൾ ഈസ് എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്. കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എന്ന് പറഞ്ഞാൽ കോൺ ഇതാ ഇങ്ങനെ നിൽക്കുന്നു. കോൺ ഇങ്ങനെ നിൽക്കുന്ന കേസ് നമ്മൾ ഏതാണ് പറഞ്ഞത്? സ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണ് നമ്മൾ പറഞ്ഞത്. ഏതാണ് വരുന്നത്? സ്റ്റേബിൾ ഈക്വിലിബ്രിയം. സി ആണ് ആൻസർ വരുന്നത്. സി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇഫ് 3 കോപ്ലാനാർ ഫോഴ്സസ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് ബി ഇൻ ഈക്വിലിബ്രിയം. അല്ലെ, അപ്പൊ എന്താണ് പറയുന്നത്? 3 കോപ്ലാനാർ ഫോഴ്സ്, 3 ഫോഴ്സ് ഉണ്ട്. കോപ്ലാനാർ ഫോഴ്സ് ആണ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൺകറന്റ് ആണ്. എടോ, ആക്ടിംഗ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൺകറന്റ് അല്ലേ? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഏതാണ്? 3 ഫോഴ്സിന്റെ കോപ്ലാനാർ ആണ്, കൺകറന്റ് ആണ്, അത് ഈക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം? ലാപ്ലാസ് തിയറം അപ്ലൈ ചെയ്തൂടെ അല്ലെ? Then each force is proportional to the sine of the angle between the other two. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? അതിനെയാണ് നമ്മൾ ഏത് വിളിച്ചത്? ലാമിസ് തിയറം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലാമിസ് തിയറം എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Then അപ്പൊ ഇത്ര ഫോഴ്സ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഫോഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത്. സിസ്റ്റം ഓഫ് ഫോഴ്സസ്, ഫോഴ്സിന്റെ ബേസിക്സ്, യൂണിറ്റി കാര്യങ്ങൾ, പിന്നെ സിമ്പിൾ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയില്ലടോ. ഫോഴ്സിന്റെ എഫ് സീക്വൽ ടു എം എ അല്ലെ, എഫ് സീക്വൽ ടു എം എ ന്യൂട്ടൺ വരും, എം മാസ് ഇൻ കിലോഗ്രാം, എ എന്ന് പറയുന്ന ആക്സലറേഷൻ. അങ്ങനെ സിമ്പിൾ പ്രോബ്ലം ഒക്കെ ചോദിക്കാം. ഫോഴ്സിന്റെ യൂണിറ്റുകൾ ന്യൂട്ടണ്, ഡൈന്, കിലോഗ്രാം ഫോഴ്സ്, അതിന്റെ കൺവേർഷന്. ദെൻ സിസ്റ്റം ഓഫ് ഫോഴ്സസിൽ കൺകറന്റ്, കോപ്ലാനാർ, കൊളീനിയർ, അതിന്റെ കോമ്പിനേഷന്, പാരലൽ ഫോഴ്സസ്. എന്താ പാരലൽ ഫോഴ്സസ്? ലൈൻ ഓഫ് ആക്ഷൻസ് പാരലൽ ആണെങ്കിൽ നമുക്ക് അതിന് പാരലൽ ഫോഴ്സസ് എന്ന് പറയാം. അതിൽ എല്ലാ ലൈൻ ഓഫ് ആക്ഷൻ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ലൈക്ക് പാരലൽ ഫോഴ്സസ് എന്നും, അതല്ല ഡിഫറെന്റ് ഡയറക്ഷനിലാണെങ്കിൽ അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്നും പറയാം. ഓക്കെ, അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് അതായത് ഇതിൽ വരുന്ന ഒരു സംഭവമാണ് കപ്പിൾ എന്ന് പറയുന്നത്. കപ്പിൾ ഞാൻ ഇവിടെ കൊടുത്തില്ല. കപ്പിൾ പറയുന്നത് എന്താണ്? കപ്പിൾ എന്ന് പറയുന്നത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ് എക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. കപ്പിളിന്റെ പ്രത്യേകത എന്താ? കപ്പിൾ ഓൺലി പ്രൊഡ്യൂസസ് റൊട്ടേഷണൽ മോഷൻ. എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? നോ ലീനിയർ മോഷൻ. ഓക്കെ, ക്ലിയർ. അപ്പൊ അങ്ങനെ കുറച്ച് പോയിന്റുകൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത് റെസൊല്യൂഷന്റെ കേസ്, ദെൻ മൊമെന്റ് ഓഫ് ഫോഴ്സ്, വാരിഗ്നൻസ് തിയറം, ദെൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഇക്വിലിബ്രിയന്റ് എന്താണ്, ലാമിസ് തിയറം എന്താണ്. ഇത്രയും കേസ് എന്നാണ് നിങ്ങൾക്ക് 90% നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ 2 to 3 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഒന്നുമില്ല. എന്ത് ചെയ്യുക? കുറേ സംഭവങ്ങളുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ അങ്ങ് പഠിക്കുക. അത് തന്നെയാണ് ചോദിക്കുക. ഓക്കെ, അതല്ലാതെ പ്രോബ്ലം ഒക്കെ വളരെ റയർ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. നമുക്ക് എന്ത് തന്നെയായിരിക്കും ചോദിക്കുന്നത്? കുറേ ജോമെട്രിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. എന്താ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ നമുക്ക് പറയാം ഹോൾ വെയിറ്റ്, ഒരു ബോഡിയുടെ ഹോൾ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. ഹോൾ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് ആണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻട്രോയിഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിത് ഒരു റോഡ് എടുത്താൽ ആ റോഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? അതിന്റെ സെൻട്രലായിരിക്കും. അതിന്റെ സെൻട്രലാണ് അതിന്റെ സി ജി വരുന്നത്. ഞാൻ ഇനി ഒരു റെക്റ്റാങ്കിൾ എടുത്താൽ അതിന്റെ സി ജി എവിടെ വരിക? ഒരു റെക്റ്റാങ്കിൾ എടുത്താൽ അതിന്റെ സി ജി എവിടെയാണ് വരിക? അതിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ, അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് ബൈ 2 ആവുന്നതും വിഡ്ത്ത് ബൈ 2 ആവുന്നതും പോയിന്റിൽ. അതാണ് നമുക്ക് ഏത് വരിക? ഒരു റെക്റ്റാങ്കിളിന്റെ കേസിൽ വരുന്നത്. ഇനി ഒരു സർക്കിളിന്റെ കേസ് എടുത്താൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാ? സെൻട്രലാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്, ആണല്ലോ. ഇനി ഞാനിതാ ഒരു ട്രയാങ്കിളിന്റെ കേസ് എടുത്താൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ പ്രീവിയസ്ലി ചോദിച്ചാണ്. ഏറ്റവും കൂടുതൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത് ട്രയാങ്കിൾ ആയിരിക്കും. ട്രയാങ്കിളിന്റെ എവിടെയാണ്? ട്രയാങ്കിളിന്റെ 3 മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും അതിന്റെ സി ജി എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് മീഡിയൻസ് കേട്ടോ. മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും സി ജി. ഇനി നമ്മൾ വാല്യൂ വെച്ച് പറയുകയാണെങ്കിൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ബേസിൽ നിന്നും h/2 ഡിസ്റ്റൻസ് മാറിയിട്ടും വേർട്ടെക്സിൽ നിന്ന് 3h/2 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും അതിന്റെ സി ജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത സ്ഫിയറിന്റെ അതിന്റെ സെന്റർ ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടന്റ് ആണ് സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ എവിടെ വരിക? സെമി സർക്കിളിന്റെ ഒക്കെ കുറേ തവണ നമുക്ക് ചോദിച്ചാണ്. എത്രയാണ് ഇതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ആ ബേസിൽ നിന്നും 4r/3π ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും നമുക്ക് എന്ത് വരിക? സെമി സർക്കിളിന്റെ വരുന്നത്. ഹെമിസ്ഫിയർ ആണെങ്കിലോ അടുത്ത് നമുക്ക് ചോദിക്കുന്നത് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിന്റെ ആണെങ്കിലോ ഞാൻ അടുത്ത പേജിൽ പറയാം.
ഓക്കെ. ഹെമിസ്ഫിയർ എന്താണ് ചോദിക്കുന്നതെങ്കിലോ, ഒരു ഹെമിസ്ഫിയർ ആണ്, റേഡിയസ് ആർ ആണെങ്കിൽ അതിന്റെ സി ജി എവിടെയാണ് വരിക? അതിന്റെ സി ജി വരുന്ന എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇതിന്റെ ബേസിൽ നിന്ന്? 3r/8 അല്ലേ? 3r/8. മറ്റേ 4r/3π ആണെങ്കിൽ 3r/8. ഇനി കോൺ ആണെങ്കിൽ, കോൺ സോളിഡ് കോണും ഹോളോ കോണും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ PSCക്ക് പ്രീവിയസ്ലി ചോദിക്കുമ്പോഴേ ഏത് കോണാണെന്ന് പറയാതെ സിംപ്ലി റൈറ്റ് കോൺ, റൈറ്റ് ആംഗുലർ കോണിന് സിംപ്ലി കോൺ എന്ന് പറയുകയാണെങ്കിൽ അത് സോളിഡ് ആയിരിക്കും. സോളിഡിന്റെ കേസിൽ എന്താണ്? സോളിഡിന്റെ കേസിൽ എത്രയാണ്? h/4 ഫ്രം ബേസ് ആണ് അല്ലെ? h/4 ഫ്രം ബേസ് ആണ് സോളിഡ് കോണിന്റെ കേസിൽ. അതല്ല ഹോളോ കോൺ ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്? ഹോളോ കോൺ ആണെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത്? h/3 ഫ്രം ബേസ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് തന്നെയായിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പറയാലോ. സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കിൾ. ഇവിടെ ഏതാ ചോദിച്ചത്? ഏതാ? സെമി സർക്കിൾ ആണ് ചോദിച്ചത്. അറ്റ് എ ഡിസ്റ്റൻസ് ഡാഷ് ഫ്രം ഇറ്റ്സ് ബേസ് അലോങ് ദി വെർട്ടിക്കൽ റേഡിയസ്. എത്രയാണ് നമ്മൾ പറഞ്ഞത്? 4r/3π അല്ല. ഓപ്ഷൻസ് ഒക്കെ നോക്കി നമ്മൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ളതാണ്. ഒരു ഡൗട്ടും വേണ്ട, എ ആണ് ആൻസർ വരിക. 4r/3π ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റെക്ടാംഗിൾ? എവിടെയാണ് നമ്മൾ റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞത്? റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് നമ്മൾ പറഞ്ഞത്? അതിന്റെ രണ്ട് ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലെ, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നുള്ള ഹാഫ് പോയിന്റുകൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇറ്റ് ഈസ് അറ്റ് ദ പോയിന്റ് വേർ ഇറ്റ്സ് ഡയഗണൽ മീറ്റ് ഈച്ച് അതർ. ഓക്കെ ആണല്ലോ? ഇറ്റ് ഈസ് ദ മിഡിൽ പോയിന്റ് ഓഫ് ലെങ്ത് ആസ് വെൽ ആസ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ. രണ്ടിന്റെയും മിഡിൽ പോയിന്റുകളാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏതാണ്? ബോത്ത് 1 and 2. സി അല്ലേ നമുക്ക് ആൻസർ വരിക? സി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 15. വാട്ട് ഈസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാംഗിൾ? ട്രയാംഗിളിന്റെ എവിടെയാണ് നമ്മൾ പറഞ്ഞത്? 1/2 ഓഫ് ഇറ്റ്സ് ഹൈറ്റ്, h/2 നമുക്ക് പറയാം. പക്ഷെ എന്നാലും നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഏതാണ്? നമുക്ക് അതിന്റെ കറക്റ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ പോയിന്റ് വേർ 3 മീഡിയൻസ് ഓഫ് ട്രയാംഗിൾ മീറ്റ്. അതുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ആദ്യം ആൻസർ കൊടുക്കണം കേട്ടോ. എ ആണ് നമുക്ക് ആൻസർ വരിക. എ ആണ് നമുക്ക് അതിന്റെ ഏത് വരുന്നത്? ആൻസർ വരുന്നത്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. Which of the following statements are correct about moment of inertia? അടുത്ത നമുക്ക് വരുന്നതാണ് moment of inertia. അപ്പോൾ moment of inertiaയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന പല ഒബ്ജക്റ്റുകളുടെ moment of inertia ആണ് വരിക. ആദ്യം ഞാൻ റെക്ടാങ്കുലാർ സെക്ഷൻ എടുക്കുന്നു. റെക്ടാങ്കുലാർ സെക്ഷൻ ഹാവിങ് നമുക്ക് എന്താ പറയാം? ഡെപ്ത് ഡിയും വിഡ്ത്ത് ബിയും ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണോ ഇതിന്റെ moment of inertia പറയുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് എന്താണ്? ഏത് ആക്സിസിന് അബൌട്ട് ആണെന്ന് പറയണം. അപ്പോൾ ഞാനിത് എക്സ് ആക്സിസ് എടുക്കുന്നു, വെർട്ടിക്കൽ ആയിട്ടുള്ള വൈ ആക്സിസ് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എന്തോടെ പഠിച്ചുള്ളത്? IX is equal to BDQ/12 ഉം IYY is equal to എന്താണ്? DBQ/12. അപ്പൊ ഞാൻ ഓർത്ത് വെക്കാൻ എപ്പോഴും കൂട്ടായിട്ട് പറയുന്നതാണ് ഏത് സൈഡിനെയാണോ ആക്സിസ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഡീനല്ലേ കട്ട് ചെയ്യുന്നത്, അതിന് ക്യൂബ് കൊടുക്കുക. അപ്പൊ BDQ/12 മറ്റേതാണ്? DBQ/12 എന്ന് പറയാം. ഓക്കെ. അടുത്ത ഏതാണ്? നമ്മൾ ഇതാ ഒരു സർക്കുലാർ സെക്ഷൻ എടുക്കുന്നു. സർക്കുലാർ സെക്ഷൻ ഹാവിംഗ് ഡയമീറ്റർ D ആണെങ്കിൽ, സർക്കുലാർ സെക്ഷൻ ഹാവിംഗ് ഡയമീറ്റർ D ആണെങ്കിൽ എന്താണ് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വരുന്നത്? ഇവിടെ പിന്നെ എല്ലാ ആക്സിസും സെയിം ആയിരിക്കുമല്ലോ. എക്സും വൈയും സെഡ് ഒക്കെ എടുത്താലും എല്ലാ ആക്സും സെയിം തന്നെയാണ്. സോ I is equal to എന്താണ് വരുന്നത്? π/64 d⁴. മറക്കരുത് കേട്ടോ. π/64 d⁴. എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? mm/4 അല്ലെങ്കിൽ m/4 ആണ്. mm/4 അല്ലെങ്കിൽ m/4 ആണ്. അത് നമ്മൾ സിംപ്ലി മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ സാധാരണ ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് എടുക്കുന്നത്. മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ നിങ്ങൾ ഏത് കൊടുക്കണം? kg/m² ആണ് അതിന്റെ യൂണിറ്റ് വരിക. kg/m² ആണ് അതിന്റെ യൂണിറ്റ് വരിക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പറയുന്നത് ട്രയാങ്കിളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം നമുക്ക് കുറേ 3 വാല്യൂ ഉണ്ട് ട്രയാങ്കിളുടെ കേസിൽ. സപ്പോസ് ട്രയാങ്കിളുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണെങ്കിൽ ഞാൻ ആദ്യം അതിലൂടെ ഉള്ള ഒരു ആക്സിസ് എടുത്തു. എന്താണ് നമ്മൾ ആ ആക്സിസിനെ പറയുന്ന പേരെന്താ? സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയും അല്ലേ? സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ ICG, സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? BH3/36 ആണ്. എന്താണ് ബിയും എച്ച്? എന്താ ബി? അതിന്റെ ബേസ്, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്. BH3/36. അടുത്ത ഞാനിത് ഈ ബേസിലൂടെ ഉള്ള ഒരു ആംഗിൾ എടുക്കുന്നു. ബേസിലൂടെ ഉള്ളത് അങ്ങനെ നമുക്ക് പറയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ ബേസ് എത്രയാണ്? BGQ/12 ആണ്. അടുത്തത് ഞാനൊരു ആക്സിസ് ഇതിന്റെ വേർട്ടെക്സിലൂടെ ഉള്ള ആക്സിസ് എടുക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ വേർട്ടെക്സ് ഈ പറയുന്ന എല്ലാം നമുക്ക് ചോദിച്ചാണ് BHQ/4 ആയിരിക്കും. BHQ/4 ആയിരിക്കും. ഓക്കെ അല്ലേ? ട്രയാങ്കിളിന്റെ ക്ലിയർ ആയല്ലോ. അടുത്ത നമുക്ക് വരുന്നത് ഏതാണ്? സെമി സർക്കുലാർ സെക്ഷൻ. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സെമി സർക്കുലർ സെക്ഷൻ. ഞാൻ സെമി സർക്കുലർ സെക്ഷൻ എടുത്താൽ ആദ്യം അതിന്റെ CG ICG ഇവിടെ വരുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ വരുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ ആ ആംഗിളിന് അബൌട്ട് ആയിട്ട് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ എന്താ 0.11 r⁴. r എന്ന് പറയുന്നത് ഏതാണ്? റേഡിയസ്. എന്താ ഞാൻ ഇതിലൂടെ ഒരു ആക്സ് പാസ് ചെയ്യുന്നുണ്ട് നോക്കുക, അതിന്റെ ബേസിലൂടെ. ഓക്കെ, അതിന്റെ ബേസിലൂടെ ഒരു ആക്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയമെട്രിക്കൽ ആക്സ് എന്നൊക്കെ പറയാം. ആ ഡയമെട്രിക്കൽ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എത്രയാണ്? നേരത്തെ നമ്മൾ π/64 അല്ലേ പറഞ്ഞത്, അതിന്റെ 1/2. അപ്പൊ നമുക്കറിയാം എന്താണ് π/128 d⁴. ഇത് റേഡിയസിലോട്ട് ആക്കിയിട്ടുള്ള ടേം നിങ്ങൾ പഠിച്ചു വെച്ചു, π/8 r⁴. ഓക്കെ, π/8 അല്ലേ വരിക. ഡയമീറ്റർ നമുക്ക് ഡയമീറ്റർ നമുക്ക് 2r എടുക്കാം. 2⁴ എന്ന് പറയുമ്പോൾ 2 × 64 പിന്നെ 2 × 32 പിന്നെ 2 × 8. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് കിട്ടുക? π/8 r⁴. അപ്പൊ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. ഇനി അടുത്ത് നമുക്ക് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് പാരലൽ ആക്സിസ് തിയറം, അതുപോലെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. എന്താണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്? ഇപ്പൊ ഇതൊരു ബോഡിയാണ്, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇത് ഇവിടെയാണ്, ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഒരു ആക്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അബൌട്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് അറിയാം ICG ആണ്. നിങ്ങളോട് ഒരാൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് അപ്പുറത്ത് വേറൊരു പാരലൽ ആക്സിസ് ഉണ്ട്, ഞാൻ ആ ആക്സിസിന് AB എന്ന് കൊടുക്കുന്നു. ആ ആക്സിസും ആദ്യത്തെ സെൻട്രോയിഡൽ ആക്സും തമ്മിലുള്ള ഹൈറ്റ് ഞാൻ H കൊടുക്കുന്നു. ഈ ബോഡിയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ A എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? IAB കണ്ടുപിടിക്കാൻ. IAB എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ആക്സിസ് AB. IAB കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ICG + AH². ICG + AH². ഇതാണ് ഏത് പറയുന്നത്? പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഇതാണ് നമ്മൾ ഏത് പറയുന്നത്? പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്? ഒരു പ്ലെയിൻ ലാമിന, ആ പ്ലെയിൻ ലാമിനയിലെ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസുകളാണ് X ആൻഡ് Z എന്ന് പറയുന്നത്. സോറി, X ആൻഡ് Y എന്ന് പറയുന്നത്. ആ X ആൻഡ് Y എന്ന് പറയുന്ന രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വേറൊരു ആക്സിസും കൂടെ എടുക്കുന്നു, Z എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ X ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ IXX ഉം Y ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ IYY ഉം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? IZZ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംപ്ലി സം ഓഫ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി X ആക്സിസ് ആൻഡ് Y ആക്സിസ്. ഇതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. സോ ആ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു ഷാഫ്റ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷന്റെ അത് ഏതെങ്കിലും ഒരു പ്ലെയിൻ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു ഷാഫ്റ്റിന്റെ രണ്ട് ക്രോസ് സെക്ഷൻ ആട്ടോ. അപ്പോൾ ഞാനിതാ ഇത് X ആക്സ്, ഇത് Y ആക്സ്, ഇത് Z ആക്സ് എടുത്താൽ ആ IZ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. എന്താ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ? അപ്പോൾ ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിന് ഇങ്ങനെയുള്ളത് X ആക്സ്, ഇങ്ങനെയുള്ളത് Y ആക്സ്. രണ്ടും നമുക്ക് അറിയെങ്കിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഉണ്ടാവില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ, പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ J എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്കവാറും സർക്കുലർ സെക്ഷൻ്റെ ആണ് ചോദിക്കുക. സർക്കുലർ സെക്ഷന്റെ J ചോദിച്ചാൽ, J ഓഫ് സർക്കുലർ സെക്ഷൻ ചോദിച്ചാൽ എത്രയാണ്? π/32 d⁴ ആയിരിക്കും. π/32 d⁴. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ? ദ മൊമെന്റ്. അപ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, കുറേ വട്ടം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഫോഴ്സ്. അവിടെ നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് നേരത്തെ പറഞ്ഞില്ലേ, ആ മൊമെന്റ് ഓഫ് ഫോഴ്സിന്റെ മൊമെന്റ് ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഓർ രണ്ട് മൊമെന്റ് ഉണ്ടല്ലോ, അത് നമുക്കറിയാം സെക്കൻഡ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നും പറയാം. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓക്കെയാണ്. യൂണിറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ m/4, അത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ റോത്ത് റൂൾ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ളതാണ്. അത് നമ്മൾ ആ റൂൾ അതുപോലെ നമ്മൾ റൂളൊന്നും വേണ്ട, പേര് പഠിച്ചാൽ മതി. റൂട്ട്സ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഏതാണ് നമുക്ക് ആൻസർ വരിക? D ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓൾ ഓഫ് ദി എബോ. ഓക്കെ അല്ലേ? ക്ലിയർ. Question number 17. Which one of the following is the moment of inertia of a rectangular section? ഒന്നും പറഞ്ഞിട്ടില്ലേ, നമ്മൾ B ഇതായിട്ട് D ഡെപ്ത് ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഏതാണ്? BDQ/12 എന്ന് കിട്ടും. അപ്പോൾ 10 ഓപ്ഷനിൽ ഏതാണ്? A അല്ലേ? BDQ/12 ആണ്. BDQ/12. വെയിറ്റിന് എന്താ? പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണോ? അല്ല. ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് an area about an axis parallel to centroidal axis. പാരലൽ ടു സെൻട്രോയിഡൽ ആക്സിസ് വെച്ചുള്ള നമ്മൾ പാരലൽ ആക്സിസ് തിയറാണ് യൂസ് ചെയ്യുന്നത്. C. ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് an area, ഒരു ഏരിയ
ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഏരിയ അല്ലെ, ആ പ്ലെയിൻ ഓഫ് ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ വരിക? സി ആണ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18ന്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18ന്റെ ആൻസർ വരുന്നത് ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 19 ഇനി നമുക്ക് അടുത്ത് നമ്മുടെ സിലബസിൽ പറയുന്ന ടോപ്പിക് ആണ്. അപ്പോൾ നമ്മൾ 3 ടോപ്പിക് പറഞ്ഞു, ഫോഴ്സ് പറഞ്ഞു, സെന്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞു, മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെക്കാർ ഒരു 10-80% നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന്റെ ഉറപ്പാണ്. ഓക്കെ, അടുത്താണ് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രിക്ഷന്റെ കുറച്ച് കാര്യങ്ങൾ പറയാലോ. ഫ്രിക്ഷന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാലോ. ഞാൻ ഇവിടെ പറയാം ഇവിടെ. അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഫ്രിക്ഷനിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണോ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതാ ഒരു ബോഡി ഒരു സർഫസിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് യു ആർ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ലോഡ് പി. ഓക്കെ, അപ്പോൾ ആദ്യം അത് മൂവ് ചെയ്യുന്നില്ല. കാരണം എന്താ, ഈ രണ്ട് സർഫസിന്റെ ഇടയ്ക്ക് എന്ത് വരുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ പിന്നെയും ആ ലോഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ലോഡ് കൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഫ്രിക്ഷനാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്താണോ സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതുപോലെ ഡൈനാമിക് ഫ്രിക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡൈനാമിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങളൊരു വീട്ടിൽ ടേബിൾ ഉണ്ട്, ആ ടേബിൾ നീക്കാൻ നോക്കണം, നീങ്ങുന്നില്ല. കാരണം എന്താ, ആ ടേബിളും നമ്മളെ വീട്ടിലെ ഫ്ലോറും നമ്മളുടെ ഫ്രിക്ഷൻ കാരണമാണ്. അതിന് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. കാരണം അവിടെ ബോഡി മൂവ് ചെയ്യുന്നില്ലല്ലോ. നേരെ മറിച്ച് ഒരു മൂവ് ചെയ്യുന്ന ഒരു സാധനം, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു നിങ്ങൾ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോവാണ് ഒരു സർഫസിലൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉരുട്ടി വിടുകയാണ്. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന സമയത്ത് ആ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്നതാണ് ഇത് ഡൈനാമിക് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ ഏതാണ് ഉണ്ടാകുന്നത്, ബോഡി മൂവ് ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ആ ബോഡി മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയം, അപ്പോൾ നമ്മളിങ്ങനെ തള്ളുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് വരിക, ഫ്രിക്ഷണൽ ഫോഴ്സ്. അതൊരു പോയിന്റ് ആട്ടോ. സ്റ്റാറ്റിക് ബോഡിയുടെ കേസിൽ നിങ്ങൾ എന്താണോ അപ്ലൈഡ് ലോഡ് കൊടുക്കുന്നത് പി, അതിന് ഈക്വലന്റ് ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും ഏതെന്ന് പറയുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അത് ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുമല്ലോ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നങ്ങ് കുറയും. അറ്റ് മീൻസ് നമുക്ക് പറയാം എന്താ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഇറ്റ് ഈസ് ദ മാക്സിമം. അതാണ് അപ്പോൾ ആ ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഫ്രിക്ഷൻ ഇല്ലേ, അതാണ് ഒരു ബോഡിയും ഒരു സർഫസും തമ്മിലുള്ള, രണ്ട് സർഫസുകൾ തമ്മിലുള്ള മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, മാക്സിമം ഫ്രിക്ഷൻ ആണ്. എപ്പോഴാണ് അത് ആക്ട് ചെയ്യുന്നത്, എപ്പോഴാണ് വരിക, വെൻ ദ ബോഡി ജസ്റ്റ് മൂവ്സ് ഓവർ, അല്ലെങ്കിൽ നമുക്ക് പറയാം വെൻ ദ ബോഡി ജസ്റ്റ് സ്ലൈഡ്സ് ഓവർ, അല്ലെങ്കിൽ മൂവ്സ് ഓവർ എന്നൊക്കെ പറയട്ടോ, സ്ലൈഡ്സ് ഓവർ അനദർ ബോഡി, അല്ലെങ്കിൽ വെൻ എ സർഫസ് ജസ്റ്റ് സ്ലൈഡ്സ് ഓവർ അനദർ സർഫസ്, അതായിരിക്കും മാക്സിമം വാല്യൂ. അപ്പോൾ അതിനെയാണ് അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. പിന്നെ ഏതൊരു ബോഡിയിൽ എടുത്താലും അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഗ്രേറ്റർ ദാൻ ഏത് എന്ന് പറയുന്നത്, ഡൈനാമിക് ഫ്രിക്ഷൻ. ഇത് നമുക്ക് പ്രീവിയസ്ലി പി എസ് സിക്ക് ചോദിച്ചുള്ളതാണ്. ഇനി എന്താ റിലേഷൻ പറയുന്നതോ, നമ്മൾ എന്താണ് ലോ ഓഫ് ഫ്രിക്ഷൻ പറയുന്നത്, ലോ ഓഫ് ഫ്രിക്ഷൻ എന്താ പറയുന്നത്, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബോഡി ആൻഡ് ഹിയർ ഈസ് ദ സർഫസ്. ഓക്കെ, നിങ്ങളൊരു എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുന്നുണ്ട് പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോഡി ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവില്ലേ, അതിന് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഫ് എന്ന് കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾ ആ ബോഡി ആ സർഫസിൽ ഉണ്ടാക്കുന്ന ആ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ഞാൻ നോർമൽ റിയാക്ഷൻ ആർ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ലോ ഫ്രിക്ഷൻ പറയുന്നത്, ആ ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് വെച്ച് അതിന് എഴുതാലോ, മ്യൂസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ ഈ പറയുന്ന മ്യൂ ആണ് നമ്മൾ ഏത് എന്ന് പറയുന്നത്, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടുള്ള സിമ്പിൾ പ്രോബ്ലം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. മ്യൂ എന്ന് പറയുന്നത് ഏതാണ്, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തോ, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. എഫ് എന്ന് പറയുന്നത് ഏതാണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്, അല്ലെങ്കിൽ സിംപ്ലി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ആർ എൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. അപ്പോൾ പ്ലെയിൻ സർഫസ് ഒക്കെ ആണെങ്കിൽ എത്രയാണോ അതിന്റെ വെയിറ്റ് പറഞ്ഞിട്ടുള്ളത്, ആ വെയിറ്റ് തന്നെ ആയിരിക്കും ഏത് എന്ന് പറയുന്നത്, ആർ എൻ. അപ്പോൾ അത് വെച്ചുള്ള സിമ്പിൾ പ്രോബ്ലം ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്നതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അതൊക്കെ നമുക്ക് ഒരുപാട് തവണ പ്രീവിയസ്ലി പി എസ് സിക്ക് ചോദിച്ചാട്ടോ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ്. ഇപ്പോൾ ഇതാണ് നിങ്ങൾ എടുക്കുന്ന ബോഡി, അതൊരു സർഫസിൽ ലൈ ചെയ്യുന്നുണ്ട്, and here is the frictional force F and here is the normal reaction Rn. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ റിസൾട്ടന്റ് എവിടെ ആക്ട് ചെയ്യുക, ഇവിടെ അല്ലേ. അതായത് ആ രണ്ടുപേരുടെ നമ്മുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റ് ക്യാപിറ്റൽ ആർ ഇവിടെ ആക്ട് ചെയ്യുമല്ലോ. ആ ക്യാപിറ്റൽ ആറും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആംഗിൾ ഓഫ് ഫ്രിക്ഷനും അതുപോലെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻ എന്താണെന്നുള്ളതും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ഓവർസിയർ എക്സാമിന് ഒരുപാട് ചോദിച്ചാണ്. നമുക്ക് പറയാം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ 5 കിട്ടിയില്ലേ. അങ്ങനെയാണ് നമുക്ക് റിലേഷൻ ഇതാണ്, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, നമുക്ക് പറയാം കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഈക്വൽ ടു എന്താണ്,
ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. പിന്നെ ഫ്രിക്ഷന്റെ കുറച്ച് കേസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ലോ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്, രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന്റെ ഏരിയ ഓഫ് കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ ആ സർഫസുകളുടെ റഫ്നെസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ആംഗിൾ ഓഫ് റീപോസ്, അടുത്ത നമുക്ക് PSC ക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സംഭവമാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. എന്താണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സർഫസ് എടുക്കുക, ഒരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്, അവിടെ ഒരു ബോഡി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ബോഡി മൂവ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ ആ ഇൻക്ലൈൻഡ് സർഫസ് ഇങ്ങനെ അതിന്റെ ഇൻക്ലിനേഷൻ കൂട്ടി കൊണ്ടുവന്ന് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ആ ബോഡി സ്വന്തമായിട്ട് താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് എന്തിന് ഈക്വൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അല്ലെ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആണ്, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആണ്, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ ആണ് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്രിക്ഷനിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഓക്കെ, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞത്, ടാൻ ഫൈ അല്ലേ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏത് ആൻസർ പറയാം, സി ആണ് നമുക്ക് ആൻസർ വരുന്നത്. സി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20, when the surface is on the motion point of motion the force of friction is maximum. അതായത് ഓൺ ദ പോയിന്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു ബോഡി വേറെ സർഫസിൽ നിൽക്കുകയാണ്, ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫ്രിക്ഷൻ ആണ് മാക്സിമം എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മാക്സിമം ഫ്രിക്ഷൻ എന്ത് വിളിക്കുമെന്നാണ് ചോദിച്ചത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ. സോ നമുക്ക് നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറയാം. 90 20 അല്ലെ 20 22. What is the ratio of limiting friction to the normal reaction? നമ്മളിപ്പോൾ പറഞ്ഞിട്ടല്ലോ, വാട്ട് ഈസ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു ദ നോർമൽ റിയാക്ഷൻ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഏത് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 22 ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായത് ഏതെന്നാണ് ചോദിച്ചുള്ളത്. ലിമിറ്റഡ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണോ, അല്ല. നമ്മൾ ഈ ഫ്രിക്ഷനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതിൽ ഡൈനാമിക് ഫ്രിക്ഷൻ തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാം, സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. ഏതായിരിക്കും കൂടുതൽ, സ്ലൈഡ് ചെയ്യുമ്പോഴാണോ കൂടുതൽ ഫ്രിക്ഷൻ, റോൾ ചെയ്യുമ്പോഴാണോ, സ്ലൈഡ് ചെയ്യുമ്പോഴല്ലേ കൂടുതൽ ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ഓർഡർ ഇങ്ങനെ പറയാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഏറ്റവും ഗ്രേറ്റർ, അതിലും കുറവാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതിലും കുറവാണ് ഏത്, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈക്വൽ ടു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണോ, അല്ല. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മോർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതും തെറ്റല്ലേ. റോളിംഗ് ഫ്രിക്ഷൻ ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇതും തെറ്റാണ്. പിന്നെ എന്താ പറയുന്നത്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡസ്, ഞാൻ പറഞ്ഞല്ലോ ഏരിയ ഓഫ് കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ആൾവേഴ്സ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. കറക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു മാക്സിമം വാല്യൂ ആണ് ആര് എന്ന് പറയുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതുകൊണ്ട് തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്തായിരിക്കും, ലെസ് ആയിരിക്കും. അപ്പോൾ അതും കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ്, 3 4 അല്ല കറക്റ്റ്, 3 4 ആണ് കറക്റ്റ്. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ വരിക, ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22 ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 ബി ആണ്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നു. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിനായിരിക്കും നിങ്ങൾക്ക് ഒരു 3 4 മാർക്കിന്, ഒരു 3 മാർക്കിന് എന്തായാലും മിനിമം ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ അല്ലേ. സോ പ്രോപ്പർട്ടീസ് നമ്മൾ ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നുള്ളൂ, എഴുതുന്നില്ല. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ, വെനെവർ എ ബോഡി, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു ഇഫ് ദ ലോഡ് ഈസ് അപ് ടു അല്ലെങ്കിൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് വെൻ ദ ലോഡ് ഈസ് റിമൂവ്ഡ് ദ ബോഡി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അല്ലെ, നിങ്ങൾ ലോഡ് റിമൂവ് ചെയ്താൽ ആ ബോഡി അതിന്റെ ഒറിജിനൽ ഷേപ്പ് തന്നെ റീഗെയിൻ ചെയ്യുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ ആ ഇലാസ്റ്റിസിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, അത് മീൻസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ലോഡ് കൊടുത്ത് ഒരു പോയിന്റ് വരെ മാത്രമേ എന്തുള്ളൂ, ഒരു കമ്പി നിങ്ങൾ എടുക്കുക, അത് ആദ്യം കുറച്ച് വളച്ചു കൈ എടുത്തു, അത് ആദ്യത്തെ പോലെ തന്നെ നിൽക്കും, പിന്നെയും കുറച്ചും കൂടെ വളച്ചു കൈ എടുത്തെടുക്കും, പിന്നെ നിങ്ങൾ ചിലപ്പം അതിനേക്കാളും വളച്ചാൽ പിന്നെ അത് തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ വരില്ല. അപ്പോൾ ഏതോ ഒരു പോയിന്റ് വരെ നിങ്ങൾ ലോഡ് കൊടുത്താൽ മാത്രമേ അതിന്റെ ഉള്ളിൽ മാത്രമേ ആ ബോഡി നിങ്ങൾ ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരൂ. ആ ലിമിറ്റിനാണ് നമ്മൾ ഏത് പറയുന്നത്, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ അല്ലേ. അടുത്ത പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ലോഡ് പിന്നെയും കൊടുത്ത് എന്ത് ചെയ്ത് അതിനെ വളച്ചെടുത്തു, നിങ്ങൾ കൈ എടുത്താലും പിന്നെ അത് എന്ത് ചെയ്യില്ല, തിരിച്ച് അതിന്റെ ഒറിജിനൽ സ്റ്റേഷനിലോട്ട് പോകില്ല. അതായത് അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തു അല്ലെ. അതായത് നിങ്ങൾ ഈവൻ വെൻ യു ആർ റിമൂവ്ഡ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ബോഡി വിൽ നോട്ട് റീഗെയിൻ ഇറ്റ്സ്
ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പററി ഡീഫോർമേഷൻ ആണെങ്കിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഏതാണ്, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഏതാ, പെർമനന്റ് ഡീഫോർമേഷൻ ആണ്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഏതാണ്, പെർമനന്റ് ഡീഫോർമേഷൻ ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ. അടുത്ത നമുക്ക് പ്രോപ്പർട്ടി പറയാം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ഫെയിലിയർ അല്ലെ. വെന്നെവർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ബോഡിയെ നിങ്ങൾ ലോഡിങ് അണ്ടർ ലോഡിങ് കണ്ടീഷനിലാണ് നോക്കി, നിങ്ങൾ ഒരു ബോഡിയുടെ മേലെ ലോഡ് കൊടുക്കുന്നു, ആ ലോഡ് കിടക്കുന്ന സമയത്ത് ആ ബോഡിയുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് റെസിസ്റ്റീവ് ഫോഴ്സ് വരുന്നത്, ആ ലോഡ് കാരണമുള്ള ഫെയിലിയറിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഫെയിലിയർ എന്ന് പറയാം. റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഫെയിലിയർ എന്ന് പറയാം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്ട്രെസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇതുപോലൊരു സംഭവം നമ്മൾ ഏതെന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. മാറിപ്പോരുത്. എന്താണ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ ആണ്. പക്ഷെ നമ്മൾ സ്ട്രെസ്സിനെ നമ്മൾ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും ഓപ്ഷനിലുണ്ട്, ആദ്യം സ്റ്റിഫ്നെസ് ആൻസർ ചെയ്യുക. സ്റ്റിഫ്നെസ് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് സ്റ്റിഫ്നെസ് ഓപ്ഷനിലില്ല എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കൊടുക്കുക, സ്ട്രെങ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ. അടുത്ത പ്രോപ്പർട്ടി ഞാൻ പറയുന്നത് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡക്റ്റിലിറ്റി നമുക്ക് പറയാം വയറ് പോലെ പിടിച്ച് വലിച്ച് നീട്ടാനുള്ള എബിലിറ്റിയാണ് നമുക്ക് ഏതെന്ന് പറയുന്നത്, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡക്റ്റിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എവിടെയാണ്, ഡക്റ്റിലിറ്റിയിൽ ഏത് സ്ട്രെസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ലോഡ്. ഓക്കെ, അടുത്ത ബ്രിട്ടിൽനെസ്. എന്തിൻ്റെ ഓപ്പോസിറ്റ്, ഡക്റ്റിലിറ്റി. എന്താ ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ സീറോ അല്ലെങ്കിൽ വളരെ വെരി ലിറ്റിൽ ഡീഫോർമേഷൻ ബിഫോർ ഫെയിലിയർ. പൊട്ടുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഡീഫോം ചെയ്യുള്ളൂ, ഗ്ലാസ് പോലുള്ള സംഭവങ്ങൾ. ഓക്കെ, അതാണ് നമ്മൾ ബ്രിട്ടിൽനെസ് പറയുന്നത്. അടുത്ത ഏതാ, മാലബിലിറ്റി. എന്താണോ മാലബിലിറ്റി, അടിച്ചു പരത്താനുള്ള അല്ലെ, എബിലിറ്റി ടു മേക്ക് ഇൻ ടു ഷീറ്റ് പോലെ അടിച്ചു പരത്താനുള്ള. ഇവിടെ ഏത് ലോഡായിരിക്കും ഇമ്പോർട്ടന്റ്, കംപ്രസീവ് ലോഡാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ ഏതാണ്, ഹാമറിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കംപ്രസീവ് ലോഡ് കൊടുക്കുമ്പോൾ അടിച്ച് ഷീറ്റ് ആക്കാൻ പറ്റുന്നതാണ് മാലബിലിറ്റി എന്ന് പറയുന്നത്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാലോ, ഹാർഡ്നെസ് എന്താ, ഹാർഡ്നെസ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇൻഡന്റേഷൻ. എന്താ ഇൻഡന്റേഷൻ, ഒരു ബോഡി വേറൊരു ബോഡിയുടെ മേലെ ഹോൾ ഉണ്ടാക്കുന്നതാണ് ഇൻഡന്റേഷൻ. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സ്ക്രാച്ചിങ്, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് വിയർ ആൻഡ് ടിയർ. അതായത് തേയ്മാനല്ലേ, തേയ്മാനത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അത് നല്ല ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ പെട്ടെന്ന് തേയ്മാനം ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഹാർഡ്നെസ് പറയുന്നത്. അടുത്ത നമുക്ക് പറയാം ടഫ്നെസ്സും അതുപോലെ റെസിലിയൻസ്. രണ്ടും സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ ടഫ്നെസ്സും റെസിലിയൻസ് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇമ്പാക്ട് ലോഡ് അല്ലെങ്കിൽ ഷോക്ക് ലോഡിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആരെ, ടഫ്നെസ് റെസിലിയൻസ് രണ്ടും എന്താണ്, എബിലിറ്റി ടു അബ്സോർബ് എനർജിയാണ്. പിന്നെ എന്താ വ്യത്യാസം, ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ആ ബോഡി അവസാനം ഫെയിലിയർ ആകുന്നത് വരെ അബ്സോർബ് ചെയ്യാൻ, എനർജി അബ്സോർബ് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റി ആണ്. ബട്ട് റെസിലിയൻസ് എന്ന് പറഞ്ഞാലോ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് വരെ എനർജി അബ്സോർബ് ചെയ്യാനുള്ള. അപ്പോൾ സ്പ്രിങ്ങിന്റെ കേസിലൊക്കെ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിൽ എനർജി അബ്സോർബ് ചെയ്യണമെന്ന് നോക്കുക, അത് നമ്മൾ റെസിലിയൻസ് എന്ന് പറയും. അതല്ല ഫെയിലിയർ വരെ എനർജി, അതായത് പ്ലാസ്റ്റിക് റീജിയനിലൊക്കെ എനർജി അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ഇത് പറയുന്നത്, ടഫ്നെസ് എന്ന് പറയുന്നത്. ഇനി ഫട്ടീഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലോ നമ്മൾ റിപ്പീറ്റീവ് ലോഡ് അല്ലെങ്കിൽ സൈക്ലിക് ലോഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ് നമ്മൾ ഫട്ടീഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ക്രീപ്പ് എന്ന് പറഞ്ഞാലോ ഒരു കോൺസ്റ്റന്റ് ലോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ലോഡ് നമ്മൾ പറയുന്നത് ടൈമിൽ അല്ലെ, ടൈം ഡിപ്പെൻഡന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഹൈ ടെമ്പറേച്ചറിലൊക്കെ വരികയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഏത് വരുന്നത്, അവിടെ വരുന്നൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് പറയാം പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ വിച്ച് എനാബിൾ ടു റെസിസ്റ്റ്, എന്താണ്, റെസിസ്റ്റ് ഫ്രാക്ചർ ഡ്യൂ ടു ഇമ്പാക്ട് ലോഡ്. ഇമ്പാക്ട് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാ, ടഫ്നെസ്സോ റെസിലിയൻസോ ആയിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഏതാ ടഫ്നെസ് ഉള്ളത്, ഡി ആൻസർ പറയാലോ, ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. 24. The property of certain material returning back to their original position after removing the external force. External force remove ചെയ്യുമ്പോൾ ഒറിജിനൽ പൊസിഷനിലോട്ട് വരുന്നതിന് നമ്മൾ ഏതാണ് പറഞ്ഞത്, ഇലാസ്റ്റിസിറ്റി അല്ലേ, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 25. Which of the following is not a mechanical property? മെക്കാനിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത്. മാലബിലിറ്റി ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്, ഡക്റ്റിലിറ്റി ഇലാസ്റ്റിസിറ്റി ഒക്കെ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നൺ ഓഫ് ദിസ് ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 26. When a
സെക്ഷൻ ഈ സബ്ജക്ട് ടു, അപ്പൊ നമ്മൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പറയാം. ഓക്കെ, ഇവിടെ നിങ്ങളൊരു ബോഡി എടുത്തു, ആ ബോഡി എടുക്കുന്നു, ആ ബോഡിയിൽ ഈക്വലന്റ് ആൻഡ് ഓപ്പോസിറ്റ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബോഡിയിൽ പുള്ള് ഈക്വലന്റ് ഓപ്പോസിറ്റ് പറയേണ്ട, ആ ഒരു ബോഡിയിൽ പുൾ ഫോഴ്സ് ആണ് വരുന്നെങ്കിൽ പി എന്ന് പറയുന്നത് ഏതാ, ഒരു പുൾ ഫോഴ്സ് ആണ്. നമ്മൾ എന്ത് പറയും, ടെൻസൈൽ ലോഡ് എന്ന് പറയും. അവിടെ നിങ്ങൾ പറയാം ടെൻസൈൽ ലോഡ് കൊടുക്കുമ്പോൾ ബോഡിക്ക് എന്തിനായിരിക്കും ടെൻഡൻസി, ലെങ്ത് കൂടാനല്ലേ, ലെങ്ത് കൂടാനാണ്. ആദ്യത്തെ ലെങ്ത് ഞാൻ എൽ എടുക്കുകയാണെങ്കിൽ ഇതാ ആ എക്സ്റ്റെൻഡ് ചെയ്ത ലെങ്ത് ഞാൻ എന്തെടുക്കുന്നു, ഡെൽറ്റ എൽ എടുക്കുന്നു. എക്സ്റ്റെൻഡ് ചെയ്ത ലെങ്ത് എന്തെടുക്കുന്നു, ഡെൽറ്റ എൽ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്, ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, അവിടെ നമുക്ക് സ്ട്രെസ്സിനെ മാത്തമാറ്റിക്കലി സ്ട്രെസ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റീവ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സിംപ്ലി അപ്ലൈഡ് ഫോഴ്സ് ബൈ ഏരിയ, ആക്ച്വലി അതെന്താണ്, ആ ബോഡിയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്കൽ. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ ആണ് ഇതിന്റെ യൂണിറ്റ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെഗാ പാസ്കൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, ആ മെഗാ പാസ്കൽ എന്തിനോട് ഈക്വൽ ആണോ, മെഗാ പാസ്കൽ 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ്. ഇതാണ് നമ്മൾ കൂടുതൽ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് സ്ട്രെസ്സും ഇൻഡയറക്റ്റ് സ്ട്രെസ്സും. ഡയറക്റ്റ് സ്ട്രെസ്സിൽ ആരൊക്കെയാണ് വരുന്നത്, ടെൻസൈൽ സ്ട്രെസ് വരുന്നുണ്ട്, കംപ്രസീവ് സ്ട്രെസ് വരുന്നുണ്ട്, ഷിയർ സ്ട്രെസ് വരുന്നുണ്ട്. ഇനി ഇൻഡയറക്റ്റ് സ്ട്രെസ്സിൽ ആരൊക്കെയാണ് വരുന്നത്, ബെൻഡിങ് സ്ട്രെസ് വരുന്നുണ്ട്, ഷിയർ നമ്മൾ ഏതാണ്, നമ്മൾ ഷിയർ സ്ട്രെസ് വരുന്നുണ്ട്. ഏത് ഷിയർ സ്ട്രെസ്, ടോർഷണൽ ഷിയർ സ്ട്രെസ്. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ്സും ടോർഷണൽ ഷിയർ സ്ട്രെസ്സും. ഓക്കെ അല്ലേ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ടെൻസൈൽ സ്ട്രെസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലെ, ടെൻസൈൽ സ്ട്രെസ്. അപ്പൊ ടെൻസൈൽ സ്ട്രെസ് നമ്മൾ എന്ത് പറഞ്ഞു, അത് ഇലോങ്ങേഷൻ ആണ് കോസ് ചെയ്യുക അല്ലെ. ടെൻസൈൽ സ്ട്രെസ് എടുത്താൽ ടെൻസൈൽ സ്ട്രെസ് ഏതാണ് കോസ് ചെയ്യുന്നത്, ഇലോങ്ങേഷൻ ആണ്. ഇനി കംപ്രസീവ് സ്ട്രെസ് എടുത്താലോ ഷോർട്ടനിങ് ആണ്. ടെൻസൈൽ സ്ട്രെസ് നമ്മൾ ടെൻസൈൽ പോസിറ്റീവും കംപ്രഷൻ നമ്മൾ എന്തെടുക്കും, നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇനി ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാലോ ടാൻജൻഷ്യൽ സ്ട്രെസ്സുകളെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയുന്നത്. ടാൻജൻഷ്യൽ സ്ട്രെസ്സുകളെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സ്ട്രെസ്സിന്റെ കേസുകളൊക്കെ നോക്കുക. ഇനി നമ്മൾ പറയുന്നത് സ്ട്രെയിൻ പറയാം. സ്ട്രെസ് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് വരുന്നത്, സ്ട്രെയിൻ ആണ്. എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, സ്ട്രെയിൻ എന്താണ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇലോങ്ങേഷൻ ഇല്ലേ, ആ നമ്മൾ പറയും ഇലോങ്ങേഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പറയും ഡയമെൻഷനിൽ വന്ന വേരിയേഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ഇനീഷ്യൽ ഡയമെൻഷൻ ആണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിന് നമുക്ക് എന്ത് പറയാം, സ്ട്രെയിനിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എങ്ങനെയാണ്, സ്ട്രെയിനിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എങ്ങനെ, ടെൻസൈൽ സ്ട്രെസ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുമ്പോഴുള്ള സ്ട്രെയിൻ ആണ് ടെൻസൈൽ സ്ട്രെയിൻ, അതായത് ഇലോങ്ങേഷൻ. കംപ്രസീവ് സ്ട്രെസ് കൊടുക്കുമ്പോഴുള്ള സ്ട്രെയിൻ, അതായത് ഷോർട്ടനിങ്, അവിടെ വരുന്നതാണ് ഏത് പറയുന്നത്, കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാലോ, ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ അതിന്റെ ഏരിയ എന്താണ് നമ്മൾ ഏത് പറയുന്നത്, അല്ല ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പറയാം, ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കാവുന്ന വേരിയേഷൻ, അതെ നമ്മൾ അതിനെ ആംഗുലർ വേരിയേഷനിലാണെങ്കിൽ ആംഗുലർ വേരിയേഷൻ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഉള്ള കേസാണ്, അത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെയിനെ നമുക്ക് വേറെ രീതിയിലും കൂടെ ക്ലാസിഫൈ ചെയ്യാം. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിനും അതുപോലെ ലാറ്ററൽ സ്ട്രെയിനും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിനും ലാറ്ററൽ സ്ട്രെയിനും? അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റോഡ് എടുക്കുന്നു, ഞാനിതാ ഇവിടെ ഇങ്ങനെ പിടിച്ചു വലിച്ചു, ടെൻസൈൽ സ്ട്രെസ് കൊടുത്തു, അതിന്റെ ലെങ്ത് കൂടി നോക്കുക, അതിൻ്റെ ഫൈനലാട്ടോ ഞാൻ ഈ വരച്ചുള്ളത്, ഫൈനലാണ് ഈ വരച്ചുള്ളത്, ഇപ്പോൾ വരച്ചുള്ളത്. അപ്പോൾ ലെങ്ത് ഡെൽറ്റയിൽ കൂടിയിട്ടുണ്ട്. അവിടെ അതിനനുസരിച്ച് ഏത് ഡിഗ്രീസ് ചെയ്തിട്ടുണ്ട്, ഡയമീറ്റർ ഡിഗ്രീസ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് ഉണ്ടല്ലോ, ആ ലോഡിന്റെ ആക്സിസിൽ വരുന്ന സ്ട്രെയിൻ ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ, അല്ലെങ്കിൽ എന്ത് പറയാം, ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം. ഇനി അതല്ല, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനുകളിൽ വരുന്ന സ്ട്രെയിനാണ് നമ്മൾ ഏത് പറയുന്നത്, ലാറ്ററൽ. അപ്പോൾ ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ ആണെങ്കിൽ, ഇവിടെ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഏതാ, ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അടുത്തൊരു സ്ട്രെയിൻ ആണ് നമ്മൾ പറയുന്നത് വോളിമെട്രിക് സ്ട്രെയിൻ, അതായത് ചേഞ്ച് ഇൻ വോളിയത്തിനെ പറയുന്ന സംഭവമാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, വോളിമെട്രിക് സ്ട്രെയിൻ. സീക്വൽ ടു നമുക്ക് പറയാം വോളിമെട്രിക് സ്ട്രെയിൻ എന്താ, വോളിമെട്രിക് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു വോളിമെട്രിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ നമ്മൾ അല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിൻ നമുക്ക് ഇങ്ങനെ പറയാം, വോളിമെട്രിക് സ്ട്രെയിൻ വോളിമെട്രിക് സ്ട്രെസ് ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് വോളിമെട്രിക് സ്ട്രെയിനെ വോളിമെട്രിക് സ്ട്രെസ് ഡിവൈഡ് ബൈ ബൾക്ക് മോഡുലസ് പറയാം, ബൾക്ക് മോഡുലസ് പറയാം. അതായത് ആ വോളിയത്തിൽ വരുന്ന ചേഞ്ച് ആണ് നമ്മൾ ഏത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിതാ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. കറക്റ്റ് പറയുകയാണെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിന് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, അത് നമുക്ക് അത് അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റൻസ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചോദിക്കാറുണ്ട്. സോ വെൻ എ സെക്ഷൻ സബ്ജക്ട് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ള്, പിടിച്ചു വലിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന അവിടെ ലെങ്ത് കൂടും, അങ്ങനെയാണെങ്കിൽ ആ സ്ട്രെസ് ഏതെന്നാണ് ചോദിച്ചുള്ളത്. ഏതാണ് ആ സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ് അല്ലേ, ടെൻസൈൽ സ്ട്രെസ് ആണ് വരുന്നത്. 26 ടെൻസൈൽ സ്ട്രെസ് ആണ്. 27. ഓക്കെ, ഫോളോയിങ് ആർ ദ ബേസിക് ടൈപ്പ് ഓഫ് സ്ട്രെസ് എക്സെപ്റ്റ്, ഏതൊക്കെയാണ് ബേസിക് ടൈപ്പ് വരുന്നത്, കംപ്രസീവ് സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്. ഓക്കെ, വോളിമെട്രിക് സ്ട്രെസ് ഒരു ബേസിക് ടൈപ്പ് ഓഫ് സ്ട്രെസ്
സ്ട്രെസ് അല്ല, ഇതെല്ലാം അവിടെ ചേർന്ന് വരുന്ന, അതായത് ടെൻസൈലും കംപ്രസീവും ചേർന്ന് വരുന്ന സ്ട്രെസ്സാണ് വോളിയോമെട്രിക് സ്ട്രെസ് വരുന്നത്. സോ ഡി ആണ് നമുക്ക് ആൻസർ വരിക 27. ഓക്കെ, 28. When a cylinder is subjected to an axial tensile force, the length of cylinder increases and the diameter decreases. The change in diameter to original diameter is called. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ ആണ് നമ്മൾ ഏത് പറഞ്ഞോ? ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ ആണ് നമ്മൾ ഏത് പറഞ്ഞത്? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. ഏതാണ് ആൻസർ വരിക? സി അല്ലേ? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞതാണ് നമുക്ക് ഏത് ആൻസർ വരിക? സി ആണ് വരിക. 28 സി ആണ് വരിക. 29. ഓക്കെ, വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ സ്ട്രെയിൻ? സ്ട്രെയിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അപ്പോൾ നമുക്കറിയാം. സ്ട്രെസ്സിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. എന്താണ് സ്ട്രെയിൻ്റെ യൂണിറ്റ് പറയുന്നത്? സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെടുക്കാം? M0 L0 T0 എന്നുള്ള എടുത്തൂടെ? ഡയമെൻഷൻ ഇല്ല. M0 L0 T0 എന്നുള്ള എടുക്കാം, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഏതാണ്? ബി ആണ് ആൻസർ വരിക. M0 L0 T0 ഏതാണ് ഡയമെൻഷൻ വരുന്നത്? അതായത് യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയമെൻഷൻ നമുക്ക് വരുന്നില്ല. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 30. അടുത്ത നമ്മൾ പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കേർവ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ കേർവ് ആണ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ കേർവ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എക്സ് ആക്സിസിൽ സ്ട്രെസ് സ്ട്രെയിൻ കൊടുക്കുന്നു, എക്സ് ആക്സിസിൽ സ്ട്രെയിൻ കൊടുക്കുന്നു, വൈ ആക്സിസിൽ നമ്മൾ ഏത് കൊടുക്കുന്നു? സ്ട്രെസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ വേരിയേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ബോഡിയിൽ സ്ട്രെസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ അതിൽ സ്ട്രെയിൻ ഇങ്ങനെ വരൂലേ? അതിന്റെ വേരിയേഷൻ ആണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ് മൈൽഡ് സ്റ്റീലിന്റെ അല്ലേ? മൈൽഡ് സ്റ്റീലിന്റെ ഈ ഒരു ഷേപ്പാണ് വരിക. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. എന്താണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? ആ ഒരു ലിമിറ്റ് വരെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു റീജിയനിൽ എന്തായിരിക്കും? ആ ഒരു റീജിയനിൽ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അതായത് സിഗ്മ പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഈ ഒരു ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹുക്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണ് ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ? ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? നമുക്ക് പറയാം അപ് ടു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് നമ്മൾ ഹുക്സ് ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ഹുക്സ് ലോ വാലിഡ് അപ് ടു ഏത് പോയിന്റ് വരെയാണ് വാലിഡ് ആയിട്ടുള്ളത്? പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെയാണ് ഹുക്സ് ലോ എന്തായിട്ടുള്ളത്? ഹുക്സ് ലോ വാലിഡ് ആയിട്ടുള്ളത്. ഹുക്സ് ലോ വാലിഡ് ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അടുത്ത നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എടുക്കുന്നു. ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, EL, ഇലാസ്റ്റിക് ലിമിറ്റ്. എന്താ ഇലാസ്റ്റിക് ലിമിറ്റ്? നേരത്തെ നമ്മളൊരു പ്രോപ്പർട്ടി പറയില്ലേ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ ബോഡിയിൽ നിന്ന് നിങ്ങൾ ലോഡ് റിമൂവ് ചെയ്താൽ ആ ബോഡി അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ റീഗെയിൻ ചെയ്യും, ആണല്ലോ? അപ്പോൾ അത് ഒരു പോയിന്റ് വരെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ പോയിന്റ് വരെയുള്ളതാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മുടെ PSCക്ക് തന്നെ ഹുക്സ് ലോ വാലിഡ് അപ് ടു എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഹുക്സ് ലോ ഏത് വരെ വാലിഡ് ആണെന്നുള്ളത്. ഓപ്ഷനിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക, അതില്ലെങ്കിൽ ഏത് ആൻസർ ചെയ്യുക? ഇലാസ്റ്റിക് ലിമിറ്റ് ആൻസർ ചെയ്യുക. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഇല്ല എന്ന് കരുതി അത് ആൻസർ ചെയ്യാതെ പോരുത്, ക്യാൻസൽ ചെയ്യൂല ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ ഈ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ ചെറിയൊരു കെർവിഡ് അവിടെ വരും. ഏത് ഇലാസ്റ്റിക് ലിമിറ്റിലോട്ട് എത്തുമ്പോൾ ചെറിയൊരു കെർവിഡ്, നമ്മളതിൽ മാർക്ക് ചെയ്യുന്നില്ല, കെർവിഡ് വരും. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റുള്ളടത്ത് ഞാൻ ലൈനാണെന്ന് പറഞ്ഞില്ലേ, ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഇലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന യങ്സ് മോഡുലസ് ആയിരിക്കും. ഓക്കെ, യങ്സ് മോഡുലസ്. എന്താണോ യങ്സ് മോഡുലസ്? സി എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് സി എന്ന് പറഞ്ഞാൽ എന്താ? യങ്സ് മോഡുലസ്, ഇലാസ്റ്റിക് മോഡുലസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്ന ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ലീനിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് ഏത് എന്ന് പറയുന്നത്? യങ്സ് മോഡുലസ് അല്ലെങ്കിൽ ഏത്? ഇലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് തന്നെയാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കേർവിലെ ആ പറയുന്നതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ആ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിന്റെ ഭാഗത്തെ സ്ലോപ്പ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാ? നമ്മൾ സ്ട്രെസ്സിന്റെ യൂണിറ്റ് തന്നെ, കാരണം സ്ട്രെയിനിന്റെ യൂണിറ്റ് ഇല്ലല്ലോ, മെഗാ പാസ്കൽ തന്നെ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇതിലോട്ട് വരാം. ഇനി ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഈൽഡ് പോയിന്റ്. ജനറൽ ആയിട്ട് ഈൽഡ് പോയിന്റ് പറയും. കറക്റ്റ് പറയുകയാണെങ്കിൽ അപ്പർ ഈൽഡ് പോയിന്റ് ലിമിറ്റ്, അപ്പർ ഈൽഡ് ലിമിറ്റ് അല്ലെങ്കിൽ അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ സിംപ്ലി ഈൽഡ് പോയിന്റ് എന്ന് പറയും. ഈൽഡ് പോയിന്റ് അത് ലോവർ ഈൽഡ് പോയിന്റ് ആണ് നമ്മൾ ഡിസൈനൊക്കെ യൂസ് ചെയ്യുക. കാരണം അപ്പർ ഈൽഡ് പോയിന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ആ പോയിന്റിൽ എത്തിയാൽ പിന്നെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ബോഡിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്ട്രെസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീജിയൻ നോക്ക്, നിങ്ങൾ ഇത് മുതൽ ഈ ഒരു റീജിയൻ വരെ നോക്ക്. നിങ്ങൾ കുറഞ്ഞ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെയിൻ ലാർജറായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കുറഞ്ഞ സ്ട്രെസ് കൊടുക്കുമ്പോൾ സ്ട്രെയിൻ ലാർജറായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, എല്ലാവരും നോക്കുന്നത് ഈ ഒരു ഏരിയ. അതിനാണ് നമ്മൾ ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സോൺ, സ്ട്രെയിൻ ഹാർഡനിങ് സോൺ. അപ്പോൾ ഈ പോയിന്റ് അല്ലേ ലാർജസ്റ്റ് പോയിന്റ്?
സ്ട്രെസ്സിലെ ഏറ്റവും ലാർജസ്റ്റ് പോയിന്റ് ആയി നമ്മൾ എന്ത് പറയും, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയും, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പോയിന്റ് അല്ലെ അൾട്ടിമേറ്റ് സ്ട്രെസ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലോഡ് കൊടുക്കുകയാണെങ്കിൽ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ അവസാനം ആ ബോഡി പോയിട്ട് എന്ത് ചെയ്യും, ഫെയിലിയർ ആവും, ഫെയിലിയർ പോയിന്റ്. സോ ഫെയിലിയർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഈ FP കേട്ടോ, ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫെയിലിയർ പോയിന്റ് എന്നൊക്കെ പറയാം. അതിന്റെ അടുക്കുള്ള ഈ റീജിയനാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, നെക്കിംഗ് സോൺ എന്ന് പറയുന്നത്. ആ റീജിയനാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, നെക്കിംഗ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക, ഈ പോയിന്റുകളൊക്കെ നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം, ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഒന്ന് നമ്മൾ ഏത് പറഞ്ഞു, യങ്സ് മോഡുലസ് പറഞ്ഞു അല്ലെ. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു എന്താ, ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. അടുത്ത് വരുന്നതാണ് ഏത്, റിജിഡിറ്റി മോഡുലസ്, CO അല്ലെങ്കിൽ GO കൊടുക്കാം. റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്ന് പറയും. എന്താ ഷിയർ മോഡുലസ്, ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് ഏതെന്ന് പറയുന്നത്, റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ നമ്മൾ ഏത് പറയുന്നത്, ഷിയർ മോഡുലസ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ. മൂന്നാമത്തെ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണ് ബൾക്ക് മോഡുലസ്. എന്താണ് ബൾക്ക് മോഡുലസ്, വോളിമെട്രിക് സ്ട്രെസ് സിഗ്മ V എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്നൊക്കെ എടുക്കാം. വോളിമെട്രിക് സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, വോളിമെട്രിക് സ്ട്രെയിൻ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, എന്താ ഡെൽറ്റ V/V ആണ് വോളിമെട്രിക് സ്ട്രെയിൻ. അപ്പോൾ വോളിമെട്രിക് സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ആണ് ഏതെന്ന് പറയുന്നത്, ബൾക്ക് മോഡുലസ്. ഈ പറഞ്ഞ മൂന്നെണ്ണത്തിന്റെ യൂണിറ്റ് എന്താണ്, സെയിം ആണ്. ഏതാണ് യൂണിറ്റ് വരിക, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ അല്ലെങ്കിൽ മെഗാ പാസ്കൽ എന്നൊക്കെ പറയുന്നതാണ് ഇവരുടെ ഏത് എന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം 30 ഏതാ, the slope of the stress strain curve in the elastic deformation region. ആ ഇലാസ്റ്റിക് അതായത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള ഏരിയ അല്ലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു, അതിൽ ഈ ഒരു റീജിയൻ ഉള്ളതാ ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു റീജിയനിലെ സ്ലോപ്പാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞത്, ഇലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ യങ്സ് മോഡുലസ് പറഞ്ഞു. അപ്പോൾ ഇലാസ്റ്റിക് മോഡുലസ്, പ്ലാസ്റ്റിക് മോഡുലസ്, പോയിസൺസ് റേഷ്യോ, നൺ ഓഫ് ദി അബോവ്. ഏതാണ് ആൻസർ വരിക, ഇലാസ്റ്റിക് മോഡുലസ് അല്ലേ, A ആണ് ആൻസർ വരിക, A ആണ് ആൻസർ വരിക. ഇനി എന്താണ് നമുക്ക് പോയിസൺസ് റേഷ്യോ, നമ്മുടെ സിലബസിൽ അത് പറയുന്നില്ല, പക്ഷേ ഇതിന്റെ കൂടെ നമുക്ക് ചോദിക്കാം, എന്താണ് ഒരു ബോഡിയുടെ പോയിസൺ റേഷ്യോ എന്ന് പറയുന്നത്. പോയിസൺ റേഷ്യോ നമ്മൾ 4 ഇലാസ്റ്റിക്, അതായത് യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്, പോയിസൺ റേഷ്യോ, 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റിൽ ഈ യങ്സ് മോഡുലസും പോയിസൺസ് റേഷ്യോയും കോൺസ്റ്റന്റ് ആണ്, മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. അതായത് ഏത് ടെമ്പറേച്ചർ ഏത് ലോഡിംഗ് കണ്ടീഷൻ എടുത്താലും ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എടുത്താൽ അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. മറ്റേ രണ്ടും മാറാം, Gയും Kയും മാറാം. ഓക്കെ, അപ്പൊ എന്താണ് പോയിസൺസ് റേഷ്യോ, ഞാൻ മ്യൂ എന്ന് കൊടുക്കുന്നു. പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, ലാറ്ററൽ സ്ട്രെയിൻ നമ്മൾ ഏതാ എപ്സിലോൺ അല്ലേ നമ്മൾ കൊടുത്തത്, ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്. പോയിസൺസ് റേഷ്യോന്റെ വാല്യൂ ഏതാണ് വരിക, എഞ്ചിനീയറിംഗ് മെറ്റീരിയലിന്റെ 0 to 0.5 വരെയാണ് അതിന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ 0.5 ആർക്കൊക്കെയാണ്, 0 ആർക്കൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ അതിന്റെ ഓരോന്നിന്റെയും വാല്യൂൻ്റെത് നമുക്ക് പറയാം. കോർക്ക് അല്ലെ, കോർക്കിന്റെ എത്രയാണ്, കോർക്കിന്റെ ലാറ്ററൽ സ്ട്രെയിൻ 0 അല്ലേ വരുന്നത്, അങ്ങനെ 0 അല്ലേ കോർക്കിന് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഐഡിയൽ ഫ്ലൂയിഡ്സിനൊക്കെ നമുക്ക് 0.5, റബ്ബർ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഓൾമോസ്റ്റ് 0.5. അത് നമ്മൾ കുറേ പറഞ്ഞു. ഓക്കെ, കാസ്റ്റ് കൊണ്ട് സ്റ്റീലിന്റെ കേസുകളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 31. What is the term used for maximum stress attained by a material before rupture? ജസ്റ്റ് പൊട്ടുന്നതിന് മുമ്പ് എത്തുന്ന മാക്സിമം ഏതാണ് നമ്മൾ പറഞ്ഞത്, എടോ ഇതല്ല മാക്സിമം എന്ന് പറഞ്ഞത് ഏതാ, അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലേ, അൾട്ടിമേറ്റ് സ്ട്രെസ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള. അപ്പോൾ ഇത് കുറേ കുട്ടികൾ ചോദിച്ചു സാർ അത് ഫെയിലിയർ സ്ട്രെസ് അല്ലല്ലോ, നമ്മളോട് എന്താ ജസ്റ്റ് ബിഫോർ ഫ്രാക്ചറിന് മുമ്പ് അത് അറ്റൻഡ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് ആണ്. മാക്സിമം സ്ട്രെസ് ഏതാ, അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. ഏതാണ് ആൻസർ വരിക, B ആണ് നമുക്ക് ആൻസർ വരുന്നത്, B ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32. The resistance set up by the molecule of a material to the deformation. അത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഡീഫോർമേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്, സ്ട്രെങ്ത് ആണ് വരുന്നത്. അപ്പോൾ സ്ട്രെയിൻ, ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അതിൽ ഏതാ സ്ട്രെങ്ത് ഏതിന് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, സ്ട്രെസ് അല്ലേ. അവിടെ ആക്ച്വലി സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ എന്നാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നൊക്കെ എക്സ്റ്റേണൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. കാരണം എന്താ, ആ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും, മാത്തമാറ്റിക്കലി എക്സ്റ്റേണൽ ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരിക, സ്ട്രെസ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ഡെഫിനിറ്റ് yield point the 0.2% proof stress is taken as. അപ്പോൾ ഇത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ടല്ലോ, അത് മൈൽഡ് സ്റ്റീലിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ടല്ലോ, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇത് ആക്ച്വലി എന്തിൻ്റെ ആണ്, മൈൽഡ് സ്റ്റീലിൻ്റെ ആണ് നമ്മൾ സാധാരണ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. ഇനി നിങ്ങൾ
ഏതാണ് കോപ്പർ അലുമിനിയം പോലുള്ള മെറ്റീരിയൽ എടുത്താൽ അതിനൊരു കറക്റ്റ് ഈൽഡ് പോയിന്റ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് അതിൻ്റെ വരിക. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഫെയിലിയർ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫെയിലിയർ സ്ട്രെസ് വരും. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് എടുക്കാം. പക്ഷേ കറക്റ്റ് നമുക്ക് മൈൽഡ് സ്റ്റീൽ പോലെ ഈൽഡ് സ്ട്രെസ് കറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ സ്ട്രെയിൻ വരുന്നത് ഇവിടെ സ്ട്രെയിൻ ഇങ്ങനെ 0.0 ആണല്ലേ, നമ്മൾ സ്ട്രെയിനിൻ്റെ ഒരു വാല്യൂ എടുക്കുക. എത്ര വാല്യൂ? 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ. ഓക്കെ, അതല്ലെങ്കിൽ അത് പെർസെൻറ്റേജിലാക്കുമ്പോൾ എങ്ങനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.2% അല്ലേ? ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ 0.2%. അപ്പോൾ ഒന്നെങ്കിൽ 0.2% എന്ന് പറയാം, അല്ലെങ്കിൽ വാല്യൂ ആണ് പറയുന്നതെങ്കിൽ മാറരുത് കേട്ടോ. പെർസെൻറ്റേജിലാണ് സ്ട്രെയിൻ നിങ്ങൾ പറയുന്നതെങ്കിൽ 0.2%, വാല്യൂ ആണ് പറയുന്നതെങ്കിൽ 0.002 സ്ട്രെയിൻ എടുക്കുക. ഓക്കെ, ആ സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് നിങ്ങൾ എടുത്താൽ ഓക്കെ, ആ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രൂഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ആക്ച്വലി പ്രൂഫ് സ്ട്രെസ് എന്താണ്? ആ ബോഡിയുടെ ഈൽഡ് സ്ട്രെസ് ആണ് നമ്മൾ ഈ പറയുന്നത് ഏതെന്ന് പറയുന്നത്? പ്രൂഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൂഫ് സ്ട്രെസ് ഏതിനാണ്? അലുമിനിയം കോപ്പർ ബോർഡിന്. അപ്പോൾ പ്രൂഫ് സ്ട്രെസ് എന്താണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡെഫിനിറ്റ് ഈൽഡ് പോയിന്റ് ദ 0.2% പ്രൂഫ് സ്ട്രെസ് ഈസ് ടേക്കൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണോ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണോ, നോമിനൽ സ്ട്രെസ് ആണോ? അല്ല, ഏതാണ്? ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് ആണ് നമ്മളാ എടുക്കുന്നത്. ഓക്കെ അല്ലേ? 34 നമ്മൾ പറഞ്ഞല്ലോ. ഹൂക്സ് ലോ വാലിഡ് ആയിട്ടുള്ളത് ഏത് വരെയാണ്? എന്താണ് ഹൂക്സ് ലോ? സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അത് ഏത് വരെ വാലിഡ് ആയിട്ടുള്ളത്? അപ് ടു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. അതില്ലെങ്കിൽ നിങ്ങൾ ഇലാസ്റ്റിക് ലിമിറ്റ് കൊടുക്കുക. ഓൺലി അബോ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ല, ഓൺലി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, ഓൺലി വിത്തിൻ പ്ലാസ്റ്റിക് ലിമിറ്റ് ടിൽ ദ സബ്സ്റ്റൻസ് ബ്രേക്ക് അണ്ടർ. അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഉണ്ടോ? ഇല്ല. അതില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഏത് ആൻസർ ചെയ്യുക? ബി ആൻസർ ചെയ്യുക. ഇപ്പോൾ ഇത് PSC കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഏത് ആൻസർ ചെയ്യുക? ഓൺലി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ അല്ലേ? 35 നമ്മൾ പറഞ്ഞു എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ടു ഒറിജിനൽ ലെങ്ത്, സ്ട്രെസ് ടു സ്ട്രെയിൻ, സ്ട്രെസ് ടു ഏരിയ, ചേഞ്ച് ഇൻ ലെങ്ത് ആവുന്നല്ല. ഏതാണ്? സ്ട്രെസ് ടു സ്ട്രെയിൻ ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സ്ട്രെസ് ടു സ്ട്രെയിൻ ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ സിലബസിൽ പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് 10 മാർക്കിൽ 9 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും നേടാം. 1 മാർക്ക് പോട്ടെ, ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി പഠിച്ച ആളുകൾ കേട്ടോ, ഒന്നും പഠിക്കാത്തവർക്ക് ഇത്രയും ഒരു കുറഞ്ഞൊരു ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്ന സാധനം അത്ര ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും ഇനി നമ്മൾ ഈ ഒരു കുറഞ്ഞ 1-2 ദിവസങ്ങളിലുള്ളിൽ എന്ത് നിങ്ങൾ നോക്കണമെന്ന് പറയാനാണ് ഞാൻ ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണ്? ആ ഭാഗം എടുക്കുക, അതൊന്ന് റെഫർ ചെയ്യുക, അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എക്സാം കഴിഞ്ഞ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടു കഴിഞ്ഞ് നേരെ അതങ്ങ് പൂട്ടി വെച്ച് പോവല്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടുത്താനല്ല ഈ ഒരു സെഷൻ വെച്ചത്. പിന്നെന്താ, നിങ്ങളിത് കണ്ടു കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഭാഗം, ഏതെങ്കിലും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ഓഫ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഭാഗം റെഫർ ചെയ്യുക, അത് പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പോയിട്ട് എക്സാം എഴുതുക. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് നിങ്ങൾക്ക് 10-ൽ 10 മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.